തുടങ്ങാം എല്ലാവരും ഇരിക്കും. സൂര്യൻ്റെ താഴെ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. ജ്യോതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്മസിൽ പോയില്ല. സ്നേഹപ്രഭാപൂരം. അതെത്രമാത്രം വലുതാണ്? കോടി സൂര്യ സമപ്രഭ. അപ്പൊ നമുക്ക് അതിനെ പ്രീതിപ്പെടുത്താനുള്ള പ്രാർത്ഥനയും കൂടി ചെല്ലാം. കരുണാമയന സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. കരുണാമയന സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. നാദവും താളവും മേളവുമായ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായ എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നും എനിക്ക് കരുതേണമേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നും എനിക്ക് തുണയാകണേ. കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ യജ്ഞഭൂമിയിൽ ഭൂരാജനായ എന്നെ ധർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ പുരാഘോഷമാകുവാൻ പ്രതിനിധിയായ എന്നെ മാനിക്കണേ. കരുണാസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു നിർത്തിയത്? ഇക്കോളജി. ഇക്കോളജി എന്ന് പറഞ്ഞാൽ മലയാളത്തില് പ്രകൃതിയുടെ ധർമ്മശാസ്ത്രം. പ്രകൃതി എന്താണെന്ന് പഠിച്ചു ഇല്ലേ? ഞാനും നിങ്ങളും നമ്മെ താങ്ങുന്ന ഈ ഭൂമിയും
ഈ ഭൂമിയിലെ സർവചരാചരങ്ങളും ചന്ദ്രനും സൂര്യനും സൗരയൂഥവും താരകളും താരാപഥങ്ങളും അടങ്ങുന്ന സർവ്വതും പ്രകൃതി അല്ലാത്തതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. സർവ്വതും പ്രകൃതിയാണ്. ഈ പ്രകൃതിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇന്നത്തെ മനുഷ്യന് ആവില്ല. നാം നാളിതുവരെ അറിഞ്ഞിട്ടുള്ളത് കടുകോളമാണ്, ഇനി അറിയാനുള്ളത് കടലോളമാണ് താനും. എങ്കിലും നമുക്കിതിനെ മനസ്സിലാക്കിയേ പറ്റൂ. തലമുറ കഴിയും തോറും കൂടുതൽ കൂടുതൽ വ്യക്തമായി പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പ്രകൃതി ആയതുകൊണ്ടും നമ്മൾ ആ പ്രകൃതിക്കുള്ളിൽ ജീവിക്കുന്നത് കൊണ്ടും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ രണ്ടായിട്ടൊന്ന് തിരിച്ചു. ആന്തരിക പ്രകൃതിയെന്നും ബാഹ്യപ്രകൃതിയെന്നും രണ്ടായിട്ട് തിരിച്ചു. ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നമ്മൾ പഠിച്ചു. 5 പഞ്ചഭൂതങ്ങൾ 5ൻ്റെയും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് നാം ഓരോരുത്തരും മാറിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്. ബാഹ്യപ്രകൃതിയിലേക്കും ബാഹ്യപ്രകൃതി ആന്തരിക പ്രകൃതിയിലേക്കും വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ആകെ മൊത്തം എത്ര മനുഷ്യരുണ്ടെന്ന് പഠിച്ചു? മനുഷ്യർ ഒരാളേ ഉള്ളൂ. ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. അതാരാണ്? ഇപ്പം ഈ ഭൂമിയിൽ നന്നാകണമെങ്കിൽ ആര് നന്നായാൽ മതി? അവരവർ നന്നായാൽ മതി. ബാക്കിയുള്ളവർ നന്നാകണുണ്ടോ ഇല്ലെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നന്നായാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരും മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മളിൽ മാറ്റമുണ്ടാക്കുക, അവനവനിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുക. എത്ര മാറാൻ പറ്റുമോ അത്രമാത്രം മാറി അത് പ്രകൃതിയോട് പരമാവധി ഇണങ്ങി നിൽക്കുക. ഈ കാണുന്നതെല്ലാം മായ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പിടികിട്ടില്ല. ഭാരതത്തിൻ്റേത് അദ്വൈത സിദ്ധാന്തമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടില്ല, ഒന്നേ ഉള്ളൂ. എല്ലാം ഒന്നാണ് എന്നാണ് ആ സിദ്ധാന്തം പ്രവർത്തിക്കുന്നത്. പക്ഷെ മനസ്സിലായില്ലെന്ന് മാത്രം. ഇതെന്നതാണ് ഇപ്പം മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ യുദ്ധം വേണോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇന്ത്യയും ചൈനയുമായിട്ട് ആരെങ്കിലുമായിട്ട് തമ്മിൽ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുമിച്ച് താമസിക്കേണ്ട, ഒരുമിച്ച് ജീവിക്കേണ്ട, അതായത് സന്തോഷത്തോടെ ഒരുമിച്ച് സഹകരിച്ച് സ്വാധീനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അംഗീകരിച്ച് ആദരിച്ച് ജീവിക്കേണ്ട മനുഷ്യരാണ് നമ്മൾ. മനുഷ്യരും മാത്രം മതിയോ? മനുഷ്യരും മാത്രമായുള്ള സഹകരണം മതിയോ? മനുഷ്യരുടെ താഴെയുള്ള ജീവജാലങ്ങളുമായും സസ്യജാലങ്ങളുമായും എല്ലാമായി സഹകരിച്ച്, അതായത് സഹവർത്തിത്വത്തിൻ്റേതാണ് സഹവർത്തിത്വം, സഹകരണം. അതാണ് ഇക്കോളജി പഠിപ്പിക്കുന്നതാണ്. അവിടെ സമരമില്ല, യുദ്ധമില്ല, പരസ്പരം പാരവയ്ക്കലുമില്ല. ഇതേ പരസ്പരം പാരവയ്ക്കല്ലേ പോണേ? അതില്ല. എല്ലാവരും, അതായത് കഴിവുള്ളവരുണ്ട്, കഴിവില്ലാത്തവരുണ്ട്, ബുദ്ധി വികസിച്ചവരുണ്ട്, ബുദ്ധി ചെറുതായി നിൽക്കുന്നവരുണ്ട്. എല്ലാവർക്കും പരസ്പരം താങ്ങും തണലുമായി മുന്നോട്ട് പോകേണ്ട ജീവിയാണ് മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ ഇന്ന് അല്ലാതായി തീർന്നിരിക്കുന്നു. പരസ്പരം പോരടിക്കുന്ന ജീവികളായി മാറിയിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം അതിൻ്റെ കാരണം? പരസ്പരം ഇങ്ങനെ ഈ തമ്മിത്തല്ലി യുദ്ധം നടത്താൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്ന, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്ന ആ മനുഷ്യർ അങ്ങനെ ആകാൻ കാരണം എന്തായിരിക്കാം? അറിവിൻ്റെ അഭാവം. അറിവുണ്ട്, നമുക്ക് ഒരുപാട് അറിവുണ്ട്. പക്ഷെ അതിലൊക്കെ എന്തോ പോരായ്മയുണ്ട്. അറിവിൻ്റെ അഭാവമാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം.
അപ്പോൾ നമ്മൾ ഇത് പഠിക്കുമ്പം തന്നെ ഇക്കോളജി പഠിക്കുമ്പം തന്നെ നമുക്ക് കുറേ കാര്യം പിടികിട്ടിയില്ല. കുറേ അത് പഞ്ചഭൂതങ്ങൾ 5 പരസ്പരം എക്സ്ചേഞ്ച് നടക്കുന്നത് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രൂപമുള്ള സർവ്വതിനും ഒരു രൂപമില്ലായ്മയുണ്ട്. രൂപമുള്ള സർവ്വതിനും നമുക്കൊരു രൂപമുണ്ട്. ആ രൂപമുള്ള നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു രൂപമില്ലായ്മയുണ്ട്. നമ്മൾ രൂപത്തെ പറ്റിയുള്ള എക്സ്ചേഞ്ചാണ് പഠിച്ചത്. പഞ്ചഭൂതങ്ങൾ 5 കൊണ്ട് സൃഷ്ടിച്ചു. ഇതിനുള്ളിലെ രൂപമില്ലായ്മ എന്താണെന്ന് കൂടി പഠിക്കും. രൂപമില്ലായ്മ. ഇപ്പം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? രൂപമില്ലാത്ത എന്തുണ്ട്? ഒരു മനുഷ്യ ജീവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യജീവി ഇവിടെ കണ്ട് എഴുതിയിട്ടുണ്ട്. മനുഷ്യജീവി മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം മാത്രമാണ്. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണ്. മനുഷ്യ ജീവി എന്ന് പറഞ്ഞാൽ എന്തുകൂടി ചേർന്നിട്ടാണ്? ജീവനും കൂടി ചേർന്നിട്ടാണ്. ജീവൻ. ഇപ്പം മനുഷ്യ ശരീരം അധികം ജീവൻ സമം മനുഷ്യജീവി. മനുഷ്യ ശരീരം അധികം ജീവൻ സമം മനുഷ്യജീവി. അപ്പം നമ്മൾ എന്തിനെ കൂടി പഠിക്കണം? ജീവനെ പറ്റി പഠിക്കണം. നമ്മൾ ഇന്ന് ജീവനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ജീവനെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല എന്നതാണ് പ്രശ്നം. ജീവൻ എന്താണെന്ന് ചോദിച്ചാൽ മോഡേൺ സയൻസിന് അറിയില്ല. എന്താണ് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു പിടിയില്ല. അപ്പം നമുക്കറിയാവോ എന്താ ജീവൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ജീവനുണ്ടോ? ശ്വാസം. നമുക്ക് ജീവനുണ്ടോ? ശ്വാസം ഉണ്ടെന്നറിയാം. ജീവനുണ്ട് എന്നറിയാം. എന്നാൽ എന്താണ് ആ സാധനമെന്ന് അറിയില്ല. അതറിയണ്ടേ? അതറിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഒരു ചൈതന്യം, എനർജിയാണെന്നറിയാം. എന്താണ് ആ എനർജി? എന്താണ് ആ എനർജി? നമുക്ക് എന്തൊക്കെ ഉണ്ട്? അതായത് ചൈതന്യമായി നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? എനർജി രൂപത്തിൽ എന്തൊക്കെയുണ്ട്? എനർജി ചൈതന്യ രൂപത്തിലുള്ളതാണ് ജീവൻ. പഞ്ചഭൂതങ്ങൾ 5 നമ്മൾ നേരത്തെ പ്രകൃതിയിൽ പഠിച്ചു. അതല്ല 5 കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സുണ്ട്. പിന്നെ വേറെ എന്തുണ്ട്? ബുദ്ധിയുണ്ട്. പിന്നെ എന്തുണ്ട്? ബുദ്ധിയുടേതാണ് ബോധം. ബുദ്ധിയുടെ സ്വഭാവമാണ് അല്ലെങ്കിൽ ഗുണമാണ് ബോധം. വികാരങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൽ വികാരങ്ങളുണ്ട്. വിചാരങ്ങളുണ്ട്. വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളാണ്. വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അപ്പം ഇതെന്താണെന്ന് ഒന്ന് മനസ്സിലാകണം. ഇതെല്ലാം കൂടിക്കുഴഞ്ഞ് കിടക്കുക. പിന്നെ വേറെ ഏതാണ്ടുണ്ടല്ലോ, നമ്മൾ ചത്തുപോകുമ്പോൾ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുന്നതല്ല. ഒരു ആത്മാവ് അകത്തുണ്ട്. ഇപ്പം മനുഷ്യ ജീവി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ത്രിമൂർത്തികളാണ്. 3 ശരീരങ്ങളാണുള്ളത്. 3 ശരീരങ്ങൾ. ഒരു ഭൗതിക ശരീരമുണ്ട്, ഒരു സൂക്ഷ്മ ശരീരമുണ്ട്, ഒരു ആത്മശരീരവുമുണ്ട്. ത്രിമൂർത്തികൾ. നമ്മൾ ഓരോരുത്തരും 3 പേരാണ്. അതായത് ഒരു ഭൗതിക രൂപമുള്ള അതുണ്ട്. അതിനുള്ളിൽ ഒരു ചൈതന്യമുണ്ട്. അതിനുള്ളിൽ ഒരു ആത്മാവും ഉണ്ട്. ആത്മാവ് എന്താണെന്ന് പിടിയുണ്ടോ? ആത്മാവ് എന്താണെന്ന് വല്ല പിടിയുണ്ടോ? ഈശ്വരന്റെ ചൈതന്യം. അതൊക്കെ ശരിയായി വരുന്നു. ഈശ്വരന്റെ ചൈതന്യം അത് നമ്മുടെ ഉള്ളിലുണ്ട്. പരമാത്മാവിന്റെ ഒരു ഘടകം. പരമാത്മാവിന്റെ ഒരു ഘടകം. എന്താ ഈ പരമാത്മാവ്? ദൈവത്തിന് സൂപ്പർ പവർ. നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
നമുക്ക് ആദ്യം കുടുംബകം എന്ന് പറയുന്ന ഒരു സാധനം നോക്കുക. കുടുംബകം ഇത് കാണാൻ പറ്റുമോ? ഇതൊക്കെ പിന്നെ കോപ്പി എടുത്തോണം. കുടുംബകം എന്ന് പറയുന്നത് അത് എന്നതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കണം. കുടുംബകം അതിനകത്ത് നമുക്ക് ജീവൻ എന്താണെന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. ജീവൻ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം. നമുക്ക് ആദ്യത്തെ ഒരു കിങ്ഡം ഉണ്ട്. കിങ്ഡം, അനിമൽ കിങ്ഡം. ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. അനിമൽ കിങ്ഡം മോഡേൺ സയൻസിനും അറിയാവുന്നൊരു കാര്യമാണ്. ജീവി കുടുംബം, അനിമൽ കിങ്ഡം. അതിലാരൊക്കെ വരും? അനിമൽ കിങ്ഡത്തിൽ ആരൊക്കെ വരും? ജീവജാലങ്ങൾ സർവ്വതും വരും. മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളും അടങ്ങുന്നതാണ് ജീവി കുടുംബം, അനിമൽ കിങ്ഡം. അത് കഴിഞ്ഞാലോ വേറൊരു കുടുംബമുണ്ട്, പ്ലാൻ കിങ്ഡം, സസ്യ കുടുംബം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതിൽ സകല സസ്യങ്ങളും വരില്ലേ? സകല സസ്യങ്ങളും വരും. സസ്യ കുടുംബം. അടുത്തത് മിനറൽ കിങ്ഡം. മിനറൽ കിങ്ഡം കല്ല്, മണ്ണ്, വെള്ളം പോലെയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് മിനറൽ കിങ്ഡം. ഇപ്പൊ 3 കിങ്ഡങ്ങളെ പറ്റി ബോധ്യായോ? അത് ബോധ്യമായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. 3 കുടുംബങ്ങൾ, അതായത് അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, മിനറൽ കിങ്ഡം എന്ന് പറയുന്നത്. അതിന് മുന്നോട്ട് ബാക്കിയുള്ള ശാസ്ത്രശാഖകൾ പോയിട്ടില്ല. കുടുംബപരമായുള്ള ഒരു കണക്കൂട്ടിൽ ബാക്കിയുള്ള ശാസ്ത്രം മുന്നോട്ട് പോയിട്ടില്ല. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുതിയ ഒരു കുടുംബത്തെ കൂടി എടുക്കുകയാണ്. എനർജി കിങ്ഡം എന്നൊന്ന് എടുക്കുക. എനർജി കിങ്ഡം, എനർജി കിങ്ഡം. വേറൊരു കിങ്ഡം കൂടി എടുക്കും, ഇമോഷണൽ കിങ്ഡം. അടുത്ത ഒരു കിങ്ഡം കൂടി വൈറ്റൽ കിങ്ഡം എന്ന് പറയുന്നത്. ഈ 3 കിങ്ഡങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടും. അതായത് എനർജി കിങ്ഡം നമുക്ക് ആദ്യം പഠിക്കാം. എനർജി കിങ്ഡം, ആ എനർജി കിങ്ഡത്തിൽ ഏതെല്ലാം എനർജികൾ വരുമെന്നോ, ഏതെല്ലാം എനർജികൾ വരും താഴെ എഴുതിയിട്ടുണ്ട്. എനർജി കിങ്ഡം കാണല്ലേ, മാറണോ? ഇല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും ഇടണം. അല്ല, ഇമോഷണൽ കിങ്ഡം കാണാൻ പറ്റില്ല. ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങൾ ആ കസേര എടുത്തു, എടുത്തിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം എഴുതിയെടുക്കാം. ഫോട്ടോ എടുത്തിട്ട് ചർച്ച ചെയ്തോണം. ഇന്നലെ അവിടെ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച അവർ 2 പേര് വന്നു. അവർ പറഞ്ഞു, പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി ആകെ കൂടെ ഒരു പുക പോലെയായിരുന്നു തോന്നിയത്. പക്ഷേ അവർ 2 പേരും കൂടി അന്ന് തന്നെ രാത്രി വീട്ടിലിരുന്ന് അതെടുത്ത് വെച്ചിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ക്ലാരിറ്റി വന്നു. ശരിക്കും 2 പേർക്കും തമ്മിൽ അത് മനസ്സിലാകാത്ത പരസ്പരം പറഞ്ഞ് ക്ലാരിറ്റി വന്നു. അതുപോലെ ചർച്ച ചെയ്ത് ക്ലാരിറ്റി ആക്കിക്കൊള്ളണം. അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഇടണം. എന്താണത് കാരണം തുറന്ന് പറഞ്ഞ് സംശയങ്ങൾ മാറ്റി എടുക്കണം. അപ്പം എനർജി കിങ്ഡം എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ ഒരു പെയറുണ്ട്, ഇരട്ടകളുണ്ട്. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി. എനർജി കുടുംബത്തിലെ ഒരു ഇരട്ടയാണ് ഹീറ്റ്. അതിൻ്റെ ഇരട്ട എന്ന് പറയാൻ കാര്യം എന്താ? ഹീറ്റ് ഉള്ളിടത്ത് ലൈറ്റ് ഉണ്ടാകും, ലൈറ്റ് ഉള്ളിടത്ത് ഹീറ്റും ഉണ്ടാകും.
ഒരെണ്ണം ഉണ്ടെങ്കിൽ മറ്റതുണ്ട്. ഹീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഹീറ്റും ഉണ്ട്. ഹീറ്റ് എനർജി ആൻഡ് ലൈറ്റ് എനർജി. അടുത്തത് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് മാഗ്നറ്റിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ആൻഡ് മാഗ്നറ്റിക്കൽ എനർജി. അത് ഇരട്ടകളല്ലേ? ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. തിരിച്ചും മറിച്ചും ഇരട്ടകളാണ് അതിനകത്ത്. ഇനി അറ്റോമിക് എനർജി ആൻഡ് വേവ് എനർജി. വേവ് എന്ന് പറഞ്ഞാൽ ചലനം. അതും ഇരട്ടകളാണ്. അത് ഇച്ചിരി മനസ്സിലാക്കാൻ കുറച്ചുകൂടി കാലം വരും. മനസ്സിലാക്കാനായിട്ട് അറ്റോമിക് എനർജി, വേവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. മറ്റേ നാല് നമുക്കറിയാം. ഹീറ്റും ലൈറ്റും ഉണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്ന ഹീറ്റും ലൈറ്റും എവിടുന്നാ വരണേ? സൂര്യനിൽ നിന്നാണ് വരണേ. ആ സൂര്യനിൽ നിന്നും വരുന്ന സൂര്യരശ്മിയിൽ ഇലക്ട്രിക് എനർജിയും മാഗ്നറ്റിക് എനർജിയും ഉണ്ടോ ഇല്ലേ? സോളാർ എനർജിയിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ അവിടെ ഉണ്ടല്ലേ? സൂര്യപ്രകാശത്തിൽ അതുണ്ട്. അറ്റോമിക് എനർജിയും വേവ് എനർജിയും കൂടി സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്നുണ്ട്. കാരണം അവിടെ സൂര്യൻ എന്ന് പറയുന്നത് ഒരു അറ്റോമിക് എക്സ്പ്ലോഷൻസ് നിരന്തരം അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ. അവിടുന്ന് ആ ഒരു എനർജി ഇങ്ങോട്ട് വരുമ്പോൾ ആ പ്രകാശത്തിനകത്ത് ഇതുണ്ട്. അറ്റോമിക് എനർജിയും വേവ് എനർജിയും കൂടി ഉണ്ടായിരിക്കും. ഇതിപ്പോൾ 6 എനർജികൾ. ഈ 6 എനർജികളും കൂടി ചേർന്നാൽ എന്താണ്? ഇതാണ് ശബ്ദം, സൗണ്ട് എനർജി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പം നമുക്ക് മൊത്തം എനർജി കിങ്ഡത്തിൽ എത്ര എനർജികളുണ്ട്? 6 7 എല്ലാം കൂടി എത്രയുണ്ട്? 6 എണ്ണം ഉണ്ട്. വേറിട്ട് നിൽക്കുന്ന 6 എണ്ണം ഉണ്ട്. ആ 6 കൂടി ചേർന്നാലോ ഒരു 7 എനർജികളുണ്ട്. 7 എനർജികൾ. അതായത് എനർജി കിങ്ഡത്തിൽ 7 എനർജികളുണ്ട്. എനർജി കിങ്ഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, അനിമൽ കിങ്ഡത്തിൽ ആരൊക്കെ ഉണ്ട്? എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. പ്ലാന്റ് കിങ്ഡത്തിൽ ആരൊക്കെ ഉണ്ട്? എല്ലാ പ്ലാന്റ്സും ഉണ്ട്. അതേമാതിരി തന്നെയാണ് മിനറൽ കിങ്ഡത്തിലെ ഒരു ഭൂമിയിലുള്ള ജീവനില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന മിനറലുകൾ എല്ലാം ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ അടുത്ത എനർജി കിങ്ഡത്തിലേക്ക് വന്നപ്പോൾ 6 എനർജികൾ പ്ലസ് 6 കൂടി ചേർന്ന ഒരെണ്ണം സൗണ്ട് എനർജി. ഈ ശബ്ദം സൗണ്ട് എനർജിയിൽ നിന്നാണ് ബാക്കി 6 എനർജികളും ഉണ്ടായത്. ആദിയിൽ ആരാ ഉണ്ടായത്? പ്രപഞ്ചത്തില് ആദിയിൽ ആരാണ് ഉണ്ടായത്? ശബ്ദം. ആദിയിൽ വചനമുണ്ടായി. ആ വചനം രൂപമായി. അങ്ങനല്ലേ പഠിക്കണേ? ആദിയിൽ വചനമുണ്ടായി. ഓംകാരം. മനുഷ്യ സമൂഹം, ഭൂമിയിലുണ്ടായിട്ടുള്ള സകല സമൂഹങ്ങളും ശബ്ദമാണ് ആദിയിൽ ഉണ്ടായത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ശബ്ദത്തിൽ നിന്ന് 6 എനർജികൾ ഉണ്ടായി. ഈ 6 എനർജികളും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ശബ്ദത്തിൽ നിന്നും ഈ 6 എനർജികളും ഉണ്ടായി. ഈ 6 എനർജികളും കൂടി ചേർന്നിട്ട് ആരുണ്ടായി? രൂപം. എന്ത് രൂപമുണ്ടായി? രൂപമായി. ആദ്യം രൂപമായത് അതാണ്. സൂര്യൻ. സൂര്യന്മാരുണ്ടായത് അഗ്നി. ശബ്ദത്തിൽ നിന്നും അഗ്നി. അതായത് ശബ്ദത്തിൽ നിന്നാണ് സൂര്യന്മാരുണ്ടായത്. സകല സൂര്യന്മാരും ഉണ്ടായി വന്നത് ശബ്ദത്തിൽ നിന്നാണ്.
ആ ശബ്ദത്തിൽ 6 എനർജികളും ഉള്ളത് കൊണ്ട് സൂര്യനിൽ എന്തുണ്ടാകും? ഈ 6 എനർജികളും ഉണ്ടാവും. പിടികിട്ടിയല്ലോ? അതിൽ ഹീറ്റും ലൈറ്റും ഉണ്ട്. ഒടുവിൽ 2 എനർജി, ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും ഉണ്ട്. അതെന്തായി തീർന്നു? സൂര്യനിൽ അതെന്തായി തീർന്നു? ചൂടും വെളിച്ചവും ഉണ്ട്. അതുകൂടാതെ ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയും ഉണ്ടായി, അതിനൊക്കെ ഉണ്ട്. അതെന്തായി തീർന്നു? അത് സൂര്യൻ്റെ മനസ്സായി തീർന്നു. സൂര്യനൊരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക്കൽ എനർജിയുമാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. മനസ്സിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. എഴുതിക്കോ, ഒരു ഡെഫിനിഷൻ എഴുതിക്കോ. നാളിതുവരെ ഇല്ലാത്ത ഒരു ഡെഫിനിഷനാണ് എഴുതാൻ പോണത്. കാരണം ഇതിനകത്തുനിന്നാണ് നമ്മൾ എടുക്കുന്നത്. മൈൻഡിൻ്റെ ഡെഫിനിഷൻ എടുക്കുന്നത് ഇതിനകത്തുനിന്നാണ്. മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡ്. മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡ്. ശബ്ദം ഉണ്ടായി. ആ ശബ്ദത്തിൽ മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദി സുപ്രീം സോൾ. Mind is an electromagnetic energy field created by the Supreme Soul, focused in the brain. Focused in the brain. In association with the electromagnetic energy field, in association with the electromagnetic energy field, in association with the electromagnetic energy field of the earth and the universe. വായിച്ചേ. മൈൻഡ് ഈസ് ആൻ electromagnetic energy field created by the Supreme Soul, focused in the brain, in association with the electromagnetic energy field of the earth and the universe. അതായത് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു സാധനം എന്താണെന്നാണ് നമ്മളിപ്പോൾ കണ്ടെത്തുന്നത്. നമ്മളുടെ മനസ്സെന്താണ്? സൂര്യൻ്റെ മനസ്സെന്താണ്? ഭൂമിയുടെ മനസ്സെന്താണ്? ഈ യൂണിവേഴ്സിൻ്റെ മനസ്സെന്താണ്? എന്താണത്? മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? അൻ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡാണ്. എനർജിയാണ് അതിൻ്റെ ഒരു പ്രതലം. എനർജി ഫീൽഡാണ്. മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ദി സുപ്രീം സോൾ. അപ്പൊ ഈ മൈൻഡ് എവിടുന്നാ വന്നേ? സുപ്രീം സോളിൽ നിന്നാ വന്നേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എവിടുന്നാ വന്നേ? മൈൻഡ്. സൂര്യന് മൈൻഡുണ്ട്. സൂര്യന്റെ മനസ്സ് എവിടുന്നാ വന്നേ? സുപ്രീം സോളിൽ നിന്ന് വന്നത് ശബ്ദാണ്. സുപ്രീം സോളിൽ നിന്ന് വന്നാണ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് എനർജി. ആ ശബ്ദത്തിലെ 2 എണ്ണം ഒരു ഇരട്ടകൾ ചേർന്നിട്ടാണ് സൂര്യനിൽ മനസ്സുണ്ടായത്. സൂര്യനിൽ നിന്നും അത് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൂമിക്ക് എന്തുണ്ടാകും? ഒരു മനസ്സുണ്ടാകും. ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നമുക്കോ ഒരു മനസ്സുണ്ടാകും. നമ്മുടെ മനസ്സെന്താണ് പിടികിട്ടുന്നത്? മനസ്സിലെ എങ്ങനെ വരണം നോക്കണം. അതായത് സുപ്രീം സോളിൽ നിന്നും ഉണ്ടായത് ശബ്ദമാണ്. ആ ശബ്ദത്തിലെ 2 എനർജികൾ ചേർന്നിട്ടാണ് സൂര്യന്മാരുണ്ടായി. സൂര്യന്മാർക്ക് മനസ്സുണ്ടായത്. ആ സൂര്യന്മാരുടെ മനസ്സിൽ നിന്നും ഭൂമിക്ക് മനസ്സുണ്ടായി. ഭൂമിയിലെ സകല മനുഷ്യർക്കും
മനസ്സുണ്ടായി. ഇത് പരസ്പരം ബന്ധിതമാണ്, അല്ലേ? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ രണ്ടെണ്ണം ചേർന്നിട്ട് ഇതുണ്ടായി. അറ്റോമിക് എനർജി ആൻഡ് വേവ് എനർജി. സൂര്യനിൽ വേറെ എന്തുകൂടി ഉണ്ടായി? അറ്റോമിക് എക്സ്പ്ലോഷൻസ് ഉണ്ടായി. അവിടുന്ന് വേറൊരു എനർജി കൂടി ഉണ്ടായി, ചലനം. ചലിക്കാനുള്ള ഒരു എനർജിയും കൂടി അവിടെ നിന്ന് കിട്ടി. അതും എവിടെ നിന്നാണ് വന്നത്? ശബ്ദത്തിൽ നിന്നാണ് വന്നത്. ആദിയിൽ വചനാണ് ഉണ്ടായ, ആദിയിൽ ശബ്ദമാണ് ഉണ്ടായ. ആ ശബ്ദത്തിൽ നിന്നും ഈ 6 എനർജികൾ വന്നിട്ട് 3 ഘടകങ്ങളായിട്ട് തീർന്നു. ഹീറ്റും ലൈറ്റും ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി, അതിൻ്റെ മനസ്സും ആ സൂര്യന് ചലിക്കാനുള്ള ഒരു എനർജിയും കൂടി, ഒരു അറ്റോമിക് എനർജി, വേവ് എനർജി ഉണ്ടായി. ഇത് തന്നെ നമുക്കും വേണ്ടേ? നമുക്കും ചലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മരങ്ങൾ ചലിക്കണില്ല, നമ്മൾ ജീവികാലങ്ങൾ ചലിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തുകൂടി വേണം? ഒരു അറ്റോമിക് പവർ കൂടി വേണം. നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ ഉണ്ട്. എവിടെയാണ്? നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ ഉണ്ട്. സൂര്യനുണ്ട്, സൂര്യൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു അറ്റോമിക് പവർ സ്റ്റേഷൻ ഉണ്ട്. ആ പവർ സ്റ്റേഷനിലേക്ക് ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽ കിട്ടിയാലേ നമുക്ക് ചലിക്കാൻ പറ്റുള്ളൂ. ബ്രെയിൻ അല്ല, ആമാശയം. നമ്മുടെ വയറ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റോമിക് പവർ സ്റ്റേഷനാണ്. അതിനകത്തേക്ക് എന്തിട്ട് കൊടുക്കണം? അതിനകത്തേക്ക് എന്തിട്ട് കൊടുക്കണം? ചോറിട്ട് കൊടുക്കണം. ചോറിട്ട് കൊടുക്കണം, റോ മെറ്റീരിയൽ ഇട്ട് കൊടുക്കണം. കൃഷി പഠിക്കുമ്പോൾ ഈ ചോറ് എന്നതാണെന്ന് പഠിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിലെ ചോറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കും. കൃഷി പഠിക്കുമ്പോഴാണ് അത് പഠിക്കുക. അത് പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് മനസ്സിലായി വരുള്ളൂ. നമ്മുടെ മുന്നിലിരിക്കുന്ന പാത്രത്തിലെ ചോറ് ഒരു പറ്റം സൂര്യകിരണങ്ങളാണ് എന്ന് നമ്മൾ പഠിക്കും. അതെടുത്ത് നമ്മളുടെ അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് ഇടുമ്പോഴാണ് അത് വിഘടിച്ചിട്ട് നമുക്ക് ഈ എനർജികളെല്ലാം കൂടി കിട്ടിയിട്ട് നമ്മൾ വർത്തമാനം പറയും, ചലിക്കും, പ്രവൃത്തികൾ ചെയ്യും, നമുക്ക് ചൂടുണ്ടാക്കി, ഇതെല്ലാം ചെയ്യണതിൻ്റെ കാര്യം ഇതാണ്. അപ്പം നമുക്ക് ആദ്യം ഉണ്ടായത് ശബ്ദമാണ്. അതുണ്ടാക്കിയത് ഒരു സുപ്രീം ആളുണ്ട് ഇവിടെ, ഒരു സുപ്രീം സോളാണ്. അത് നമ്മുടെ ബ്രെയിനിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ശരീരം മുഴുവനും ഉണ്ട്, പക്ഷേ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബ്രെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യനൊരു ബ്രെയിൻ ഉണ്ടാവില്ലേ? ഭൂമിക്കൊരു ബ്രെയിൻ ഉണ്ടാവില്ലേ? സിസ്റ്റമെല്ലാം ഒരുപോലെയാണ്, ഒരേപോലെയാണ്. അതാണ് പുറത്തോട്ട് പോകണ്ട, പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ എങ്ങോട്ട് പോയാൽ മതി എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞത്. അകത്തേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇതെല്ലാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വിശ്വം താനീ ശരീരം, പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു പതിപ്പാണ് നമ്മളുടെ ശരീരം. ഇപ്പം പ്രപഞ്ചത്തെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല, അകത്തോട്ട് പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ പറയാൻ പറ്റും ഭൂമിക്കൊരു മനസ്സുണ്ട്, സൂര്യനൊരു മനസ്സുണ്ട്, ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും ഒരു മനസ്സുണ്ട്. ഈ മനസ്സ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? സുപ്രീം സോളാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ മനസ്സ് നമ്മളിലേക്ക് പകർന്ന് വന്നതാണ്. നമ്മുടെ മനസ്സ് നമ്മളിലേക്ക് പകർന്ന് വന്നു. ആരിലൂടെ? ആരിൽ നിന്നാണ് നമ്മളിലേക്ക് പകർന്നു വന്നത്? അമ്മയിൽ നിന്നും വന്നു. ഈ അമ്മയ്ക്ക് എവിടെ നിന്ന് വന്നു? അമ്മയുടെ അമ്മയിൽ നിന്ന് വന്നു. ആ അമ്മയ്ക്ക് എവിടെ നിന്ന് വന്നു? അവരുടെ അമ്മയിൽ നിന്ന് വന്നു. ആ അമ്മയ്ക്ക് എവിടെ നിന്ന് വന്നു? അങ്ങനെ പുറകോട്ട് പോയാൽ നമുക്കൊരു ആദി മാതാവ് ഉണ്ടാവില്ലേ? ആദി മാതാവ് ഉണ്ടാവണ്ടേ? എവിടെയെങ്കിലും ഒരു ആദി മാതാവ് ഉണ്ടാവണ്ടേ? ആദി മാതാവ് ഉണ്ടെങ്കിൽ ആദി പിതാവും ഉണ്ടാവണ്ടേ? ആദി മാതാവും ആദി പിതാവും ഉണ്ടാവണം. ആദി മാതാവും ആദി പിതാവും ചേർന്നിട്ടാണ് ശബ്ദം ഉണ്ടാക്കിയത്.
ആദിയിൽ വചനമുണ്ടായത് ആദി മാതാവും ആദി പിതാവും ചേർന്നിട്ടാണ്. ആരാണ് ഈ ആദി മാതാവ്? ആരാണ് ഈ ആദി മാതാവ്? ആദി പിതാവ് ആരാണ്? ആദിയിൽ വചനമുണ്ടായി. ഉണ്ടാക്കിയത് ആദി മാതാവും ആദി പിതാവും കൂടി ചേർന്നിട്ടാണ്. ആരാണ് ആദി മാതാവ്? ആരാണ് ആദി പിതാവ്? അപ്പൊ പിന്നെ ആത്മാവ് എന്താണെന്ന് പിടികിട്ടും. ആദി മാതാവ്, ആദി പിതാവ്. ആരാണ് ആദി മാതാവ്? ആദി മാതാവിൽ നിന്നും അമ്മയിലൂടെ 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 നമ്മളിലേക്ക് പകർന്നു വന്ന ഒരു മനസ്സുണ്ട്. അപ്പൊ ആ മനസ്സെന്തായിരുന്നു? ദൈവിക മനസ്സാണ്. ദൈവിക മനസ്സാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക മനസ്സുണ്ട്. ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് ഡിവൈനാണ്, ദൈവമല്ലേ? ഒരു ദൈവിക മനസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കൂടി കഴിച്ച് ഇതിനകത്തുള്ള ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി, മാഗ്നറ്റിക് എനർജി നമ്മളൊരു മനസ്സുണ്ടാക്കി. ആ മനസ്സിൻ്റെ പേരെന്താ? മാനുഷിക മനസ്സ്. അപ്പോൾ നമുക്ക് രണ്ട് മനസ്സാണ്. ഒരു ദൈവിക മനസ്സുമുണ്ട്, ഒരു മാനുഷിക മനസ്സുമുണ്ട്. പിടികിട്ടണുണ്ടോ? ദൈവിക മനസ്സ് എവിടെ നിന്ന് വന്നതാ? അമ്മയിലൂടെ പകർന്നു വന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. അമ്മയിലൂടെ പകർന്നു വന്നു. അത് ആദിമാതാവിൻ്റെ ആദിമാതാവിൻ്റെയുമാണ്. ചങ്ങലക്കണ്ണിയായിട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആദിമാതാവെന്ന് പറഞ്ഞാൽ ആരാണ്? ദേവി. ആദിമാതാവ് ദേവിയാണ്. ആരാണത്? ഭൂമി ഇവിടെ കിടക്കും. ഈ ഭൂമി ഉണ്ടായ സൂര്യനിൽ നിന്നല്ലേ? ആ സൂര്യനുണ്ടായ ഒരു ഇടം കിടക്കുന്നു, സൃഷ്ടിച്ച ഒരിടം കിടക്കുന്നു. അതിലെ ആദി മാതാവ് എന്ന് പറയുന്നത് ആകാശമാണ്. ആകാശം. ആദി മാതാവ് എന്ന് പറയുന്നത് ആകാശമാണ്. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന് സ്ത്രീഭാവമാണോ പുരുഷഭാവമാണോ? ആദി മാതാവാണെങ്കിൽ അത് സ്ത്രീഭാവമല്ലേ? അല്ല, ആകാശത്തിലാണ് തുറക്കുന്നതെന്ന് പറഞ്ഞു. ആകാശത്തിലല്ലേ ഭൂമി നിൽക്കണേ? ആകാശത്തിനുള്ളിലല്ലേ ഭൂമി നിൽക്കണേ? അല്ലേ? ആകാശത്ത് പന്ത് പോലെ പൊങ്ങി നിൽക്കല്ലേ ഭൂമി. അപ്പൊ ആകാശമാണോ ആദ്യം ഉണ്ടായത്, ഭൂമിയാണോ? നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതെന്തായിരുന്നു? പഠിച്ചതെല്ലാം അങ്ങ് മറന്നേക്ക്. നമ്മൾ ഈ പണ്ടാരം സാരത്തിനെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അതല്ലേ, ഇത് മനസ്സിലാകാതെ കിടന്നിട്ട് കുഴയുക. മനുഷ്യൻ കിടന്നിട്ട് കുഴയുക. എന്നിട്ട് പറയണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ പോകണം. അത് ശാന്തമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യും, സ്ഥിരമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. അതിന് നിത്യശാന്തി നേരാൻ നമ്മളാരാണ്? നിത്യശാന്തി നേരേണ്ട കാര്യമുണ്ടോ? അപ്പം ഈ സാധനം എന്നതാണെന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസാണ്. ആകാശം. നമ്മൾ ഇരിക്കുന്ന ഇവിടെ ഒരു സ്പേസിലല്ലേ? ഞാനൊരു സ്ഥലത്തല്ലേ ഇരിക്കണേ? ഞാൻ മാറിയാലല്ലേ ഒരാൾക്കൂടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ അകത്തുമുണ്ട് ആകാശം, പുറത്തുമുണ്ട്. അകവും പുറവും തിങ്ങും. മനസ്സിലല്ലേ? അകത്തും പുറത്തുമുണ്ട്. ഭൂമി നിൽക്കുന്നത് ആകാശത്തിലാണ്, സൂര്യൻ നിൽക്കുന്നത് ആകാശത്തിലാണ്, നമ്മൾ നിൽക്കുന്നത് ആകാശത്തിലാണ്. ഈ ആകാശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോ? അതോ നമ്മളാണോ മാറുന്നത്? ആകാശം മാറണില്ല. ആകാശം സ്ഥായിയായി സ്ഥിരമായി അനങ്ങാതെ അവിടെ നിൽക്കുന്ന സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ലേ ചെയ്യണേ? നമ്മുടെ ഉള്ളിൽ ആകാശമുണ്ട്. ആ ആകാശം അവിടെ തന്നെ നിൽക്കും. നമ്മൾ മാറിയാലും ആകാശം
അവിടെ തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ വേറൊരു ആകാശത്താണ് മാറുന്നത്. ഒരു ആകാശത്തിലേക്കാണ് നമ്മൾ മാറുന്നത്, അല്ലേ? ആണോ അല്ലേ? ആകാശം മാറണില്ലേ? സമ്മതിച്ചല്ലോ. ആകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ആത്മാവ്. ആകാശത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ആത്മാവ്, ആകാശം. അപ്പൊ ആത്മാവ് എവിടെയൊക്കെ ഉണ്ട്? ആകാശത്തിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ആത്മാവ്. അപ്പോൾ ആത്മാവ് എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ ആത്മാവ് മാറുമോ? ഇല്ല. ആത്മാവിന് മാറ്റമില്ലാത്തതാണ്. മനസ്സിലായില്ലേ? ആത്മാവിന് മാറ്റം. നമ്മൾ ഇങ്ങോട്ട് മാറിയാൽ മാറുന്നുണ്ടോ? ആത്മാവ് മാറുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ശരീരവും മാറും, മനസ്സും മാറും. ശരീരവും മനസ്സും അങ്ങോട്ട് മാറും. പക്ഷേ ആത്മാവ് മാറുന്നില്ല, ആകാശം മാറുന്നില്ല. സംശയമുണ്ടോ? സംശയമുണ്ടോ? ആകാശം. ഈ ആത്മാവിന്റെ ഭാവം എന്തായിരിക്കും? സ്ത്രീ പുരുഷ ഭാവങ്ങളിൽ പുരുഷഭാവം. ആത്മാവിന് പുരുഷഭാവവും ആകാശത്തിന് സ്ത്രീഭാവവുമാണ്. ആ ആകാശവും ആത്മാവും ചേർന്ന്, അതാണ് ആദി മാതാവും ആദി പിതാവും ചേർന്നിട്ടാണ് ശബ്ദം എന്ന കുഞ്ഞിനെ പ്രസവിച്ചത്. ആ ശബ്ദത്തിൽ നിന്നാണ് ആരുണ്ടായത്? ചോദിച്ചു, മനസ്സിലാക്കിയിട്ട് മനസ്സിലായി. അതായത് ആദി മാതാവുണ്ടെന്ന് മനസ്സിലായല്ലോ. നമുക്കൊരു മാതാവുണ്ട്, അവർക്കൊരു മാതാവുണ്ട്. അങ്ങനെ പോയി 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 ചെന്നാൽ ഒരു ആദി മാതാവ് വേണം. ആ ആദി മാതാവിൽ നിന്നാണ് ഇതെല്ലാം ഇങ്ങോട്ട് വന്നത്. ആദി മാതാവും ആദി പിതാവും. മാതാവുണ്ടെങ്കിൽ പിതാവും ഉണ്ട്, സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനുണ്ട്. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഭാവമാണെങ്കിൽ അവിടെ ഒരു പുരുഷഭാവം ഉണ്ട്. അതാണ് ആത്മാവ്. അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കില്ലേ? ആത്മാവ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കില്ലേ? നമ്മുടെ ഉള്ളിലും ഇല്ലേ? നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? അപ്പോൾ ആകാശമുണ്ട്, ആത്മാവുണ്ട്. നമ്മളിങ്ങോട്ട് മാറുമ്പോൾ അവിടെ ഉണ്ടത്. അതിനകത്തേക്കാണ് നമ്മൾ മാറുന്നത്. അല്ലാതെ നമ്മൾ ഈ ആകാശത്തിനെ ആത്മാവിനെ കൂടി എടുത്തിട്ടല്ല അങ്ങോട്ട് എടുത്തിട്ട് പോണില്ല. പിടികിട്ടിയില്ലേ? ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോണ് എന്ന് ധരിക്കണേ. അതെവിടെയും വിട്ടു പോണില്ല. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സാധനമാണിത്, മാറ്റമില്ലാത്തതാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുകയും ചെയ്യും. ഇത് വിട്ടുപോയി, അതിന് ശാന്തി നേരാനായിട്ട് ക്രിയയും കൂടി നടത്തും. ഒരാൾ മരിക്കുമ്പോ ഈ ആത്മാവ് ആകാശം എവിടെയെങ്കിലും പോകണുണ്ടോ? ശരീരം മാത്രമല്ലേ വിട്ടു പോകണുള്ളൂ. ശരീരവും പോകുന്നുണ്ട്, മനസ്സും പോകുന്നുണ്ട്. എന്നെ അതെ അതെ, ശരീരമാണ് ആത്മാവിനെ വിട്ടുപോണത്. ആത്മാവല്ല ശരീരത്തെ വിട്ടുപോണത്. നീ അത് മനസ്സിലായില്ലെങ്കിൽ അത് തന്നെയാണ് പറയണേ. എല്ലാവരുടെയും ആത്മാവ് ഒന്നാണ് എന്നിപ്പോ പിടികിട്ടിയ ഒന്നുമില്ല. അതിവിടെ ഉണ്ട്. അവരിവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. അതിനുള്ളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി തരും. ഇത് പഠിപ്പിച്ച് ഞാൻ തോറ്റപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? കുടിക്കട്ടെ. അവരെല്ലാവരും നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളുടെ ചെയ്തികൾ മുഴുവൻ കണ്ടും കേട്ടുമാണ് ഞങ്ങളെ. മനസ്സിലായില്ലേ? ഇത് കണ്ടിട്ടിരിക്കുകയാണ്. നമ്മള് അന്തരീക്ഷത്തിലേക്കാണ് പുക വിടണം എന്നാണ് വിചാരം. ശരിക്കും എങ്ങോട്ടാ വിടണേ?
ആകാശത്തിലേക്കും ആത്മാവിലേക്കുമാണ് വണ്ടികൾ പുക വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കറിയുന്നുണ്ട്? ആദിമാതാവും ആദിപിതാവും മക്കളെ കൊണ്ട് സഹികെട്ടു. അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കണേ. ഇപ്പം അങ്ങനെയല്ലേ, നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് സഹിടുകയല്ലേ? അതേമാതിരി തന്നെ ആദിമാതാവും ഇട്ടിട എന്ത് ഇതിനാണോ ചെന്ന് നിങ്ങൾ നെനപ്പിച്ച അതിന്റെ ഭാഗമായിട്ടോ പിന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ലല്ലോ. ആർക്ക്? ഇപ്പൊ നമ്മുടെ പേരൻസ് മരിച്ചുപോയി, അവര് ഈ ഇതില് ലയിച്ചു. അത് ആദിമാതാവിന്റെ ഭാഗമായിട്ടില്ലേ നിൽക്കുള്ളൂ. അവര് ഇങ്ങനെ ഇന്നാളുടെ അമ്മയായിട്ട് നിന്നിട്ടല്ലല്ലോ നമ്മളെ കാണും. ആ ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെടില്ല. അല്ല, അവര് ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല. അവരുടെ ശരീരം നഷ്ടപ്പെട്ടിട്ട് പഞ്ചഭൂതങ്ങൾ 5 ശരീരത്തിൽ നിന്നും വേർപെട്ട് ഈ അതാത് ഇടങ്ങളിൽ വെള്ളത്തിൽ പോയി ചേരുന്നത് കണ്ടില്ലേ? വായുവിൽ പോയി ചേർന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സൂക്ഷ്മ ശരീരമായ മനസ്സും ബുദ്ധിയും എവിടെ പോയി ചേരും? ആകാശത്തിലും നിന്ന് പിടിച്ച് ഇപ്പൊ കാണാൻ കഴിയും. ഇപ്പൊ കളി കാണാൻ പോവുക. ഇപ്പൊ ആരാണ് തലയെ കുത്തി നിൽക്കുന്നത്? കുറച്ചുകൂടി നിൽക്കും, കുറച്ചുകൂടി ആ റൈറ്റ്. ഇത് താലി കെട്ടണത് ക്യാമറാമാൻ പറയുന്ന പോലെയാണ്. രണ്ടാമത് താലി കെട്ടിക്കോ. ഇത് കാണാമല്ലോ, ഇത് കണ്ടല്ലോ. ഇപ്പൊ പാവ എന്താ ചെയ്തിരിക്കണേ? തലകുത്തി നിൽക്കുക. നമ്മളും അങ്ങനെയാണ്, തലയെ കുത്തി നിൽക്കുക, നേരെ നിൽക്കുക. ഈ ഇഴ, ഈ ചരട്, ഈ ഇഴയാണ്, 2 ഇഴയാണ്. അതിൽ ഒരിഴ ആത്മാവും ഒരിഴ ആകാശവുമാണ്. അതിൽ ആ ആകാശത്തിലും ആത്മാവിലും ഓർത്തിട്ടിരിക്കുന്ന ഒരു പാവയാണ്. ഈ പാവയുടെ അകത്ത് ആകാശവും ആത്മാവും ഉണ്ടോ? പുറത്തുണ്ടോ? പുറത്തുണ്ട്. അകത്തും പുറത്തും ഇല്ലേ? ഞാൻ ഈ പാവ ഇങ്ങോട്ട് നീങ്ങുന്നു, ആകാശവും ആത്മാവും കൊണ്ടാണോ നീങ്ങണേ? ആകാശവും ആത്മാവും. ശരീരം മാത്രമല്ലേ നീങ്ങുന്നുള്ളൂ? ശരീരം മാത്രമേ നീങ്ങുന്നുള്ളൂ. ആകാശവും ആത്മാവും സ്ഥിരമാണ്, സ്ഥായിയാണ്. അതിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇതിനകത്ത് വന്നു പോണവരാണ് എല്ലാവരും. അതായത് ആത്മാവെന്ന ചരടിൽ കോർത്തിട്ടിരിക്കുന്ന പാവകളാണ് നമ്മൾ. മനസ്സിലായില്ലേ? ആത്മാവിൽ കോർത്തിട്ടിരിക്കുന്ന, ആത്മാവിലും ആകാശത്തിലും കോർത്തിട്ടിരിക്കുന്ന പാവകളാണ് നമ്മൾ ഓരോരുത്തരും. ഇവരുടെ നിർദ്ദേശം എങ്ങോട്ട് നീങ്ങിയാലും, ഇതിപ്പോ നമുക്ക് ഒരു ചരട് ഇടാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. എങ്ങോട്ട് നീങ്ങിയാലും നമ്മളുടെ ശരീരം മാത്രമേ നീങ്ങുള്ളൂ, ആകാശവും ആത്മാവും നീങ്ങില്ല. അതായത് ആകാശവും ആത്മാവും നീങ്ങത്തേയില്ല. അത് പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഗഗന സദൃശം, ആകാശത്തിന് സദൃശമാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അത് നിരാകാരം, ആകാരമില്ലാത്തതാണെന്ന് പറഞ്ഞു. നിർഗുണ പരബ്രഹ്മം, അതിനൊരു ഗുണവും ഇല്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മുടെ ആത്മാവ്. ആ ഒരു ധാരണയാണ് തിരുത്തിയാൽ എല്ലാം ശരിയാകും. ആ ഒരു ധാരണ തിരുത്തിയാൽ മതി. തമിഴില് പക്ഷേ തമിഴിലൊരു വാക്കുണ്ട്, തമിഴിൽ സാധാരണ ആത്മാവ് പോയി പറയാറില്ല. പഴയ കാലത്ത് സത്ത് പോയിന്നാ പറയാ. അതാണ് നമ്മളിന്ന് ചത്തു പോയി. അതാണ് ആ വാക്കിന്റെ സത്ത് പോയിട്ട് ഒരു സാധനത്തിന് എസെൻസ് ഉണ്ട്, അതാണ് നമ്മളിൽ ഇല്ലാണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്. അതില്ലാണ്ടാവണില്ല. അല്ല, അവർ പറഞ്ഞത് നമ്മളിൽ അത് വിട്ടു പോകണമെന്ന്. ശരി, അത് വിട്ടു പോണില്ല. അതിന്റെ എസെൻസ് നമ്മളിൽ പോണില്ല, ശരീരത്തിൽ പോയി. ഇതിനകത്ത് നിന്ന് ശരീരം പോയി. സത്ത് പോയി വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇതിനകത്തുനിന്ന് ശരീരവും മനസ്സും മാത്രമേ പോകുന്നുള്ളൂ. ഒരു കാരണവശാലും ആകാശവും ആത്മാവും പോകുന്നില്ല. ഈ ആകാശത്തിലും ആത്മാവും പുതിയവ വരികയും കുറെ വിട്ടുപോവുകയും വീണ്ടും അതേ ആകാശത്തിലും ആത്മാവും
അതിനകത്തും ആകാശവും ആത്മാവും ഉണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ആത്മഹത്യ തെറ്റാണ്. ശരീരത്യാഗം ശരീരഹത്യ എന്ന് വേണം പറയാൻ. ആത്മഹത്യ എന്നുള്ള വാക്ക് തെറ്റ്. അതാണ്. മതിയല്ലോ, പിടി കിട്ടിയല്ലോ. ഇത് അവസാനം ഞാൻ അടിച്ച ഒരു പാവം മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടാണ്. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അത് അല്ല, തലകുത്തി നിന്നത് ഓർത്ത സ്ഥലം വേണ്ട. അപ്പൊ കാര്യം ശരിയായില്ലേ? നമ്മള് തലതിരിഞ്ഞാൻ കിടക്കണം. അപ്പൊ കാര്യം ശരിയായില്ലേ? നമ്മള് തലതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ ഇത് ശരിയാകണം. അതായത് നമുക്ക് ഈ ആത്മാവ് അകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് അല്ലല്ലോ, എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ. ശരീരമാണ് പോകുന്നത്. അത് ഈ ബലൂണില് എയർ നിറച്ച എയർ പുറത്തുണ്ട്, അകത്തുണ്ട്. ബലൂൺ പൊട്ടിപ്പോകുമ്പോ എന്താണ് അവിടെ? ബലൂണാണ് നഷ്ടപ്പെടുന്നത്, എയർ സെയിം അല്ലേ? ആകാശം അത് ഉൾക്കൊള്ളുന്ന സ്പേസ് അവിടെ തന്നെ അല്ലേ? അല്ലേ? ഇനി സംശയം. അതായത് സ്പേസ് എന്ന് പറയുന്നത് മാറുന്നില്ല, നമ്മളാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊരു സ്ഥായി ഭാവമുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ. അത് സ്ട്രക്ചർ പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും, കൃഷി പഠിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും, ആ ശബ്ദശാസ്ത്രം പഠിക്കുമ്പോൾ കുറേ കൂടി വ്യക്തമാകും. ഇങ്ങനെ പതുക്കെ 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 വ്യക്തമായി വരും. അന്നേരമാണ് ഇവരെല്ലാം പറയണത്. ഇവർ കൂടുതൽ വ്യക്തമായി വരുമ്പോൾ ഇവർ പറയണത് ഓരോ ബാച്ച് കഴിയുമ്പോഴും ഞാൻ പുതിയത് പഠിപ്പിക്കണം എന്നാണ് പറയണത്. ഞാൻ പുതിയത് പഠിപ്പിക്കണില്ല, ഇത് തന്നെയാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. പക്ഷെ ഓരോ ബാച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി കൂടിക്കൂടി വരും, ഓരോരുത്തർക്കും കൂടിക്കൂടി വരും. ഇപ്പൊ ഒന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയതാണ്. ഇവരൊക്കെ പഠിച്ചതായിരുന്നു. പക്ഷെ ഇത് തന്നെയല്ലേ ഞാൻ പഠിപ്പിച്ചത്. ഏത് ഇത് പുതിയതാണെന്ന് തോന്നുന്നുണ്ടില്ല. പുസ്തകം അപ്ഡേറ്റ് ചെയ്യണം. പതുക്കെ പതുക്കെ ക്ലാരിറ്റി വരും. ക്ലാരിറ്റി വരണതിൻ്റെ പേരെന്താണെന്നറിയാമോ? ക്ലാരിറ്റി, ഓരോരുത്തരിലും ക്ലാരിറ്റി വരുമ്പോൾ അതിനൊരു പേരുണ്ട്. അതാണ് മൂന്നാം കണ്ണെന്ന് പറയുന്ന സാധനം. മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ ശിവന്റെ നെറ്റിയിലിരുന്ന കണ്ണ് പോലത്തെ കണ്ണല്ല. നമ്മളുടെ മനസ്സിന് ക്ലാരിറ്റി വരികയാണ്. അതായത് നമുക്കൊരു ദൈവിക മനസ്സ് വന്നു, നമ്മൾ കഴിക്കുന്ന അന്നങ്ങളിലൂടെ ഒരു മനസ്സ് വന്നു. അത് മാനുഷിക മനസ്സാണ്. ആ മാനുഷിക മനസ്സിനാണ് അറിവിൻ്റെ അഭാവമുള്ളത്. ദൈവിക മനസ്സിൻ്റെ പേര് ദൈവിക മനസ്സെന്നല്ല, ബുദ്ധി എന്നാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവിക മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധി കേന്ദ്രം. അതിന് സകലതും അറിയാം. അത് എല്ലാവരുടെയും ഒന്നാണ് എന്ന് പറയാൻ കാര്യത. എല്ലാവരുടെ ബുദ്ധിയും ഒന്ന് തന്നെ, ദൈവിക മനസ്സാണത്. അമ്മയിൽ നിന്നും പകർന്നു വന്നതാണ്. അതിന് യാതൊരുവിധ വകഭേദവുമില്ല, ഏറ്റക്കുറച്ചിലില്ല. ഒരാൾക്ക് ബുദ്ധി കൂടുതൽ, ഒരാൾക്ക് ബുദ്ധി കുറവ്, ഇങ്ങനെയില്ല. നമ്മളുടെ മനസ്സ് രൂപപ്പെട്ടത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അതായത് ശബ്ദത്തിൽ നിന്നും ഒരു ഭൂമിയുണ്ടായി, അഗ്നിയുണ്ടായി, വേറെ അതുകൂടാതെ വെള്ളമുണ്ടായി, വായു ഉണ്ടായി, ഭൂമിയുണ്ടായി, ഭക്ഷണമുണ്ടായി. ആ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ സാരാംശം നമ്മുടെ മനസ്സായി. ആ സാരാംശമാണ് മനസ്സായി. അത് മാനുഷിക മനസ്സാണ്. ആ മാനുഷിക മനസ്സിനാണ് അറിവില്ലാത്തത്. നമ്മളുടെ ദൈവിക മനസ്സിന് സകല അറിവും ഉണ്ട്. അതായത് അത് ബുദ്ധിയാണ്. അതിൻ്റെ കേന്ദ്രം ഏതാണെന്ന് പഠിച്ചല്ലോ. ബുദ്ധി കേന്ദ്രം, ആജ്ഞാകേന്ദ്രം, ദൈവിക മനസ്സിരിക്കുന്ന ഇടം, ദൈവം ഇരിക്കുന്ന ഇടം. എല്ലാവരിലും ഈശ്വരാംശമുണ്ടെന്ന് നമുക്കറിയാം. ആ ഈശ്വരൻ ഇരിക്കുന്ന ഇടമാണ് നമ്മൾ സന്നിധാനം. ആ സന്നിധാനത്തിൽ ആര് പോകണമെന്നാണ് പഠിച്ചത്? മനസ്സ്. മനസ്സ് പോയി ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സ് പോയി ഈശ്വര മനസ്സിൽ പോയിരിക്കുമ്പോൾ ഈശ്വര ദൈവിക മനസ്സ് മാനുഷിക മനസ്സും, മാനുഷിക മനസ്സ് ദൈവിക മനസ്സും ആകില്ലേ? എക്സ്ചേഞ്ച് നടക്കില്ലേ?
ഞാൻ നിങ്ങളാകുകയും നിങ്ങൾ ഞാനാകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവിക മനസ്സും മാനുഷിക മനസ്സും തമ്മിലൊരു എക്സ്ചേഞ്ച് നടക്കില്ലേ? അത് രണ്ടും കൂടി ഒരുമിച്ചായാൽ മാനുഷിക മനസ്സ് ദൈവിക മനസ്സിന് തുല്യാവില്ലേ? തുല്യാകും. ഇനി പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കിയാലോ? പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കിയാൽ അതിൽ നിന്നും രൂപം കൊള്ളുന്ന മനസ്സ് ദൈവിക മനസ്സ് തന്നെയാണ്. പിടികിട്ടിയോ? എന്തുകൊണ്ട് പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കണം? രോഗം മാറാൻ വേണ്ടി മാത്രമല്ല. പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കിയാൽ രോഗം മാറുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അവളിൽ നിന്നും പഞ്ചഭൂതങ്ങൾ 5-ൽ നിന്നും രൂപം കൊള്ളുന്ന മനസ്സ് ദൈവിക മനസ്സ് തന്നെയാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി വികാസം സംഭവിക്കണം. അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും തന്നെ ഒന്നാകുന്നത്. ഇത് ഒന്നാക്കാനുള്ള വിദ്യയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിലൊന്ന് ലയിക്കാൻ, മനോബുദ്ധി ലയം സംഭവിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെല്ലാം എന്താണ്? മനസ്സിനകത്ത് ഒരുപാട് മാലിന്യങ്ങൾ കയറിയിട്ടുണ്ട്. മാലിന്യങ്ങൾ കളയണം. മാലിന്യങ്ങൾ കളയാനുള്ളത് ആരോഗ്യത്തിൽ നിങ്ങൾ പഠിക്കും. ക്ഷമ പറഞ്ഞും ക്ഷമ കൊടുത്തും ഈ മാലിന്യങ്ങൾ മുഴുവൻ കളയും. ഒറിജിനൽ മനസ്സ്, അതായത് ദൈവിക മനസ്സിന് തത്തുല്യമായ മാനുഷിക മനസ്സുണ്ടാകാൻ പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കിയാൽ മതി. മേക്ക് യുവർ ബോഡി ഡിവൈൻ, ദെൻ യു വിൽ ബിക്കം ഡിവൈൻ എന്ന് പറയാൻ കാരണമെന്ന്. നമ്മൾ ഡിവൈൻ ആക്കണം. നമ്മുടെ ശരീരത്തെ ഡിവൈൻ ആക്കണം. ശരീരം ഡിവൈൻ ആകണമെന്നുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങൾ 5 ഡിവൈൻ ആകണം. ആയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഡിവൈൻ മനസ്സ് തന്നെയാണ്. പിന്നെ ഡിവൈൻ ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. പിടികിട്ടിയോ? നമ്മൾ എവല്യൂഷനിൽ വന്ന് മനുഷ്യനായി കഴിഞ്ഞപ്പോൾ എവല്യൂഷൻ തീർന്നോ? എവല്യൂഷൻ മുന്നോട്ട് പോകണ്ടേ? നമ്മളുടെ ഭാവി ആരാണ്? ഭാവി ആരായിരിക്കും? ഒരു ഡിവൈൻ ഹ്യൂമൻ ബീയിങ് ആണ്. ഭാവി ഡിവൈൻ ഹ്യൂമൻ ബീയിങ് ആണ്. ജനിച്ചപ്പോൾ ആരായിരുന്നു? ഡിവൈൻ ആയിരുന്നു. ഭാവി ആരാണ്? ഡിവൈനാണ്. ഇടയിലാണ് ഈ കുഴപ്പം പറ്റിയത്. ഈ ഇടയിലെ കുഴപ്പം പറ്റിയ കാരണം എന്താ? പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതല്ലാതായിപ്പോയി. അപ്പൊ നമ്മുടെ കൃഷി എന്തായിരിക്കണം? കൃഷി ചെയ്യുന്നത് പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കാൻ ഉതകുന്ന കൃഷി വരണം. പിടികിട്ടിയ? കൃഷി അതിനാണ്. പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു കൃഷിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അതാണ് ഇക്കോളജി അനുസരിച്ച് കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ വിഷമില്ലാത്ത ഉണ്ടാക്കാൻ മാത്രമല്ല, പോഷണങ്ങൾ മുഴുവനും ഉള്ളതുണ്ടാക്കാനല്ല. വിധിച്ച അന്നത്തിലേക്ക് മനുഷ്യനെ കൊണ്ട് എത്തിക്കണം. അതിന് ഉതകുന്ന കൃഷി വേണം. അപ്പോഴത്തേക്ക് അതല്ലേ നമുക്ക് കൺസ്യൂം ചെയ്യാൻ കിട്ടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ദൈവിക മനസ്സിന് തുല്യമായില്ലേ? അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഒന്നായില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം അറിവുണ്ടാവും? ഇതേവരെ കടുകയുണ്ടായിരുന്നുള്ളൂ. കടൽ പോലെ അറിവരത്ത് വരും. പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്യാൻ പറ്റും. അതായത് സംശയം ചോദിച്ചോ? ഉണ്ട്. പാരമ്പര്യത്തിനുണ്ട്. ഐക്യു എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഐക്യു എന്ന് പറയുന്നത് എന്ത് ധാരണ? ബുദ്ധി അളക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയില്ല. ബുദ്ധിയെ അളക്കാൻ പറ്റുന്ന ഒന്നല്ല. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ബുദ്ധി അളക്കണത് ബുദ്ധി എന്ന് പറഞ്ഞാൽ അളക്കണ ഏതിനാണെന്നറിയോ? നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കഴിവിനെയാണ് അളക്കണത്. അത് വ്യത്യാസം വരും. നിങ്ങൾ കഴിക്കുന്ന അന്നത്തിന്റെ അനുസരിച്ചും പരമ്പരമായി കൈമാറി വരുന്നതനുസരിച്ചും അത് വ്യത്യാസം വരും. ഇല്ലെങ്കിലും വിധിച്ചതൊന്നും കഴിച്ചില്ലെങ്കിലും നമ്മളിത് പഠിച്ചില്ലെങ്കിലും നമ്മളിപ്പോൾ ഇതൊന്നും പഠിച്ചില്ലെങ്കിലും പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഭാവിയിൽ നമ്മളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട്, പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയും അച്ഛനും കൂടി നമ്മളെ കൊണ്ട് ഇതാക്കും.
കുറേ കൂടി കാലതാമസം വരും, അത്രേ ഉള്ളൂ. കുറേ കൂടി കാലതാമസം വരും. അപ്പോൾ എന്താ പറ്റണേ? നമ്മൾ കുറേ അനുഭവിക്കേണ്ടി വരും, നമ്മുടെ മക്കളും കുറേയൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് കണ്ടിട്ട് സങ്കടപ്പെടേണ്ടി വരും നമ്മൾ. അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊരു പോയിന്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പൊ ചില സൂപ്പർ കിഡ്സ് ഒക്കെ ജനിക്കുന്നുണ്ട്. ഓരോ തലമുറ കഴിയുമ്പോഴും കഴിവുകൾ കൂടിക്കൂടി വരും. കുട്ടികളുടെ കഴിവുകൾ കൂടിക്കൂടി വരും. അത് അമ്മയുടെ അച്ഛൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതും പ്ലസ് സംതിങ്. വികലമായ ബുദ്ധി, ബുദ്ധിമാന്യം എന്ന് നമ്മൾ പറയാറുള്ളത് നമ്മളുടെ മനസ്സ്, ആ കുഞ്ഞിന് രൂപപ്പെട്ട മനസ്സ് വികലമായതുകൊണ്ടാണ്. ആ കുഞ്ഞിൻ്റെ മനസ്സ് വികലമാകാൻ കാരണം എന്താണ്? അമ്മ കഴിച്ച ഭക്ഷണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ജലത്തിൻ്റെ ക്വാളിറ്റി എല്ലാം വളരെ വ്യത്യാസപ്പെട്ടു പോയി. അതായത് പ്രകൃതി ഒരിക്കലും ഒരു മോശം കുഞ്ഞിനെ സൃഷ്ടിക്കില്ല. പ്രകൃതി എപ്പോഴും ഓരോ തലമുറ കഴിയുന്തോറും മെച്ചപ്പെട്ട കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുള്ളൂ. ഇന്നത്തെ ഉള്ളതിനേക്കാളും മെച്ചപ്പെട്ടത്. നമ്മൾക്കിപ്പം മോശം കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദി ആരാണ്? നമ്മളാണ്. നമ്മളുടെ അറിവില്ലായ്മ. നമ്മളുടെ അറിവില്ലായ്മയാണ്, വേറൊന്നുമില്ല. എന്താണ്? നമുക്ക് കഴിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല. കഴിക്കേണ്ടത് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയും കഴിച്ചത് തന്നെ നമ്മൾ കഴിച്ചു. അവരുടെ അച്ഛനും അമ്മയും കഴിച്ചത് ഇങ്ങനെ കഴിച്ച് പോയില്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത് എന്താണ്? യഥാർത്ഥത്തിൽ എന്തായിരുന്നു കഴിക്കേണ്ടതെന്ന് ചിന്തിക്കാൻ തുടങ്ങണേ ഉള്ളൂ. ചിന്തിച്ചിട്ട് നമ്മൾ ആ വിധത്തിലുള്ള പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചത് കിട്ടാൻ ഉതകുന്ന സാഹചര്യം, ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ കൃഷി അതാണ്. നമ്മുടെ ചുറ്റുപാടുകളെ സൃഷ്ടിക്കലാണ് കൃഷി. ആ ചുറ്റുപാട് നമ്മളെ മാറ്റില്ലേ? അതായത് ഞാൻ ചുറ്റുപാടാകുകയും ചുറ്റുപാട് ഞാനാകുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ചുറ്റുപാടിനെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് പറ്റുമല്ലോ. ചുറ്റുപാടുകളെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റും, ഇല്ലേ? ആ ചുറ്റുപാട് നമ്മളെ മാറ്റില്ലേ? അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ എവല്യൂഷൻ മുന്നോട്ട് പോകണം. നമ്മൾ ഡിവൈനിലേക്കാണ് പോകേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ ഡിവൈനിലേക്കാണ് പോകേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ നിന്ന് നാമാവശേഷമാകാം. രണ്ടായാലും പ്രകൃതിക്ക് കുഴപ്പമൊന്നുമില്ല. ആർക്കാ കുഴപ്പം പറ്റുക? നമുക്കാണ് കുഴപ്പം പറ്റുക. നമ്മളുടെ തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ കുഴപ്പത്തിൽ വിടും. നേരത്തെ 4 കൂടിയ വഴി കൊണ്ട് നിർത്തിയില്ലായിരുന്നു ഞാൻ. നമ്മളൊരു 4 കൂടിയ വഴിയുടെ നടുക്കാണ് നിൽക്കുന്നത്. ഏത് പാത വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. 4 ദിശയിലേക്കും വേണമെങ്കിലും പോകാം. സ്വർഗത്തിലേക്കുള്ള പാത നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രകൃതി നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലാക്കി. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന നരകത്തിലേക്കുള്ള പാതയാണെന്ന് ഇരിക്കട്ടെ. പ്രകൃതി എന്താ ചെയ്യുക? വേടാ, നീ അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകുമെന്ന് പറയില്ല. കൈ പിടിച്ചു കൊണ്ടുപോയി നരകത്തിലാക്കി. മനസ്സിലായില്ലേ? 2ാം നിലയുടെ മുകളിൽ നിന്നും എടുത്ത് ചാടിയാൽ നമ്മുടെ കൈയും കാലും ഓടിക്കും. ഈ കൈയും കാലും ഓടിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. ഈ ഗുരുത്വാകർഷണം മാറ്റാൻ നമുക്ക് പറ്റുമോ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചാടണോ വേണ്ടേന്ന് ആരാ തീരുമാനിക്കുക? തെരഞ്ഞെടുപ്പ് നമ്മളുടെ തെരഞ്ഞെടുപ്പാണ്. പ്രധാനം നമ്മളുടെ തെരഞ്ഞെടുപ്പാണ്. ശക്തമായ കാറ്റ് അതിനെതിരെ കുട നിവർത്ത് പിടിച്ചാൽ കുടയ്ക്ക് എന്ത് സംഭവിക്കും? കാറ്റ് കുടയെ താറുമാറാക്കി കളയും. പ്രകൃതി നിയമങ്ങൾക്കെതിരെ നമ്മളുടെ ജീവിതം തുറന്നു വെച്ചാൽ നമ്മളെ പ്രകൃതി താറുമാറാക്കി കളയും. പ്രകൃതിക്ക് അനുകൂലമാകുക, പ്രകൃതി നിയമങ്ങൾക്ക് അനുകൂലമാകുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അനുകൂലമായി ഡിവൈനിലേക്ക് പോകണം. ഡിവൈൻ അതായത് നമ്മളുടെ എവല്യൂഷൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സർവാത്മന
സഹകരിച്ച് പ്രകൃതി ആശിക്കുന്നത് അതല്ലേ. പ്രകൃതി ഡിവൈനായിട്ട് അച്ഛനും അമ്മയും ആഗ്രഹിച്ചത് ഡിവൈനായിട്ടല്ലേ ജനിപ്പിച്ച്. അങ്ങനെ ജനിപ്പിച്ച കുഞ്ഞ് ഡിവൈനായി തന്നെ വളരണമെന്നല്ലേ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും ആഗ്രഹം, അഭിലാഷം അതല്ലേ. അവരുടെ അഭിലാഷം നടപ്പിലാക്കലല്ലേ നമ്മുടെ ജോലി, മക്കളുടെ ജോലി. അതല്ലേ നമുക്കും വേണ്ടേ. അതേ പറയുള്ളൂ. കോളേജി അതേ പറയുള്ളൂ. ഓട്ടിസം ബാധിച്ച 2 ആൾക്കാരെ എനിക്കറിയാം. ഒന്ന് ബന്ധു കൂടെയാണ്, പാട്ടുകാരൻ, ആൾ സൂപ്പർ പാട്ടുകാരാണ്. അപ്പോൾ അത് വിധിയായിട്ട് വരുന്നതാണിത്. പിന്നെ നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ ബുദ്ധിമായിട്ട് റോം എന്ന് പറയുന്ന ശേഖരം, അതിൽ നിന്ന് റാം നമുക്ക് തിരിച്ചെടുക്കാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ നിന്നുള്ള വിവേകം കൂടി വരും. അപ്പോൾ ഈ കഴിവുള്ള ഈ ഐക്യു എന്ന അവർ പറഞ്ഞത്, ഐക്യു ഈ 1000 ക്വസ്റ്റ്യൻസ് കൊണ്ട് 1000 ക്വസ്റ്റ്യൻസും ഉത്തരം പറയാൻ കിട്ടുന്ന ഒരു റാമുള്ള ആൾക്കാർക്കാണ് ഈ ഐക്യു ബാധിക്കുന്നത്. പക്ഷെ ആ വിവേകം എന്നത് ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് പറയാം. നമ്മൾ പഠിക്കും വിവേകം എന്നതാണ് എങ്ങനെയാണെന്നൊക്കെ. ഇത് പിടികിട്ടിയല്ലോ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദി മാതാവും ആദി പിതാവും ആരാണെന്നുള്ളത് അല്ലേ. ആദി മാതാവ് ആരാണ്? ആകാശം. ആദി പിതാവ് ആരാണ്? അവര് നമ്മുടെ ചെയ്തികൾ കാണുന്നുണ്ടോ? നമ്മുടെ ചെയ്തികൾ കാണുന്നില്ലേ? രേഖപ്പെടുത്തി വെക്കണ്ടാവും. നമ്മൾ അറിയുന്നില്ല, പക്ഷെ രേഖപ്പെടുത്തി വെക്കലുണ്ടാവില്ലേ? ഒരു ക്യാമറ കണ്ണിലിരുന്നുണ്ട്, അതെല്ലാം രേഖപ്പെടുത്തി വെക്കലുണ്ടാവില്ലേ? നമ്മുടെ ചിന്തകളെ പോലും അവർക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റില്ല. ശാസ്ത്രം കുറെ തെളിയിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. പഴയ ശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ തിരിച്ചെടുത്തെന്ന് വരും. ഇപ്പൊ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ തെറ്റുകൾ, നമ്മളിപ്പോൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കിട്ടില്ലേ? ശിക്ഷ കിട്ടും. കാരണം നമുക്ക് നമ്മുടെ കോടതിയിലേ തെളിവില്ല എന്ന് വിചാരിച്ച് രക്ഷപ്പെടും. ഇവിടെ തെളിവ് ആൾറെഡി ഉണ്ട്, രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മനസ്സ വാച കർമ്മ എന്ത് ചെയ്താലും അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതറിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ക്യാമറ വെക്കണത് എന്തിനാണ്? നിങ്ങൾ ചെയ്യണത് കാണാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. മനോബുദ്ധി ലയം സംഭവിച്ചവൻ്റെ പേര് എന്താണെന്നറിയാമോ? മനോബുദ്ധി ലയം സംഭവിക്കുന്നതിൻ്റെ പേരെന്താണെന്നറിയാമോ? പട്ടാഭിഷേകം. അതിനാണ് സന്നിധാനം തന്നിരിക്കുന്നത്. സന്നിധാന ധ്യാനം. സന്നിധാനം ധ്യാനം ചെയ്ത് 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 പട്ടാഭിഷേകം ചെയ്യുക. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവും രാജ്ഞിയുമാകുക. നമ്മുടെ രാജ്യഭരണം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഉദ്ദേശിക്കുന്ന ധ്യാനം. ഇപ്പോൾ മനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സും ബുദ്ധിയും കൂടി ചേർന്ന് ചെയ്ത പ്രശ്നം പരിഹരിക്കും. ഇത്ര മനസ്സിലായല്ലോ. എനർജി കിങ്ഡം മനസ്സിലായി. ആ എനർജി കിങ്ഡത്തിൻ്റെ പിന്നിലുള്ള ആകാശവും ആത്മാവും മനസ്സിലായി. ഇനി ഇമോഷണൽ കിങ്ഡം എന്താണെന്ന് മനസ്സിലായി. ഇമോഷണൽ കിങ്ഡം, ഈ ആകാശവും ആത്മാവിനും ഒരു വികാരമുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? ആദി മാതാവും ആദി പിതാവിനും ഒരു വികാരമുണ്ടെങ്കിൽ അത് എന്തായിരിക്കാം? അവരുടെ അഭിലാഷം എന്താണ്? ആനന്ദമല്ലേ. അപ്പോൾ നമ്മളുടെ ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും ആകാശത്തിൻ്റെയും ആത്മാവിൻ്റെയും വികാരം എന്ന് പറഞ്ഞാൽ ആനന്ദം എഴുതുക. അപ്പോൾ ഒരു സെഷൻ്റെ ത്രിമൂർത്തികളിലെ ഒരാളിൻ്റെ വികാരം പിടികിട്ടിയില്ലേ? ആരെ? ആരാണ് തെറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? ആര് ജയിക്കുന്നില്ല? ഡിവൈനാണ്. തെറ്റായതല്ലത്. ഇതൊരു എവല്യൂഷനാണ്. എവല്യൂഷൻ മുന്നോട്ട് കൊണ്ടുവരിക. തെറ്റുകൾ തിരുത്തി 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 പെർഫെക്ഷനിലേക്ക് പോകും. നമ്മളെ ആകാശവും ആത്മാവും സൃഷ്ടിച്ചത് ഡിവൈനായിട്ടാണ്. അതിനകത്ത് തെറ്റുകൾ പറ്റിപ്പോയത് നമുക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ തലച്ചോറ് നമുക്ക് തന്നു. വലിയൊരു തലച്ചോറ് നമുക്ക് തന്നു. അത് തിരിച്ചറിഞ്ഞെടുക്കാൻ, തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ആയിട്ട് തന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
19 വർഷം എന്ന് പറയുന്നത് വളരെ വലിയ ആയുസ്സാണ്. പ്രകൃതിയെ സംബന്ധിച്ച് ഇതൊരു ആയുസ്സുമല്ല, ഒന്നുമല്ല. ആമയ്ക്ക് 500. ആ, അപ്പൊ ഇതൊരു വലിയ ആയുസ്സൊന്നായിട്ട് കണക്കാക്കണ്ട. തലമുറ മാറി വരുമ്പോൾ സംഗതികൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. പ്രകൃതിക്ക് അറിയാം. അതായത് നമ്മൾ സ്വഭാവം പഠിക്കുമ്പോൾ, ജീവന്റെ സ്വഭാവം പഠിക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ്. ഇപ്പൊ എലിസബത്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടി ജീവന്റെ സ്വഭാവം നമ്മൾ പഠിക്കുമ്പോഴാണ്. എന്താണ് ഓരോ സ്വഭാവം. ഇപ്പൊ അടുത്തത് ഇമോഷണൽ കിങ്ഡം. അതിൽ ആത്മാവിൻ്റെ വികാരം എന്ന് പറയുന്നത് ആനന്ദമാണ്. അതിന് വികാരം എന്നല്ല പറയുക, ആത്മാവിൻ്റെതായതുകൊണ്ട് ലഹരി എന്നാണ് പറയുക. ലഹരി, ആനന്ദ ലഹരി എന്നാണ് പറയുക. ആനന്ദ ലഹരി. അപ്പൊ ഈ ആത്മാവിൻ്റെ ലഹരിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ കഴിഞ്ഞാൽ മദ്യലഹരി ഉണ്ടാവില്ല. കാരണം ആനന്ദ ലഹരിയുടെ മുന്നിൽ മദ്യത്തിൻ്റെ ലഹരി ഒന്നുമില്ല. കഞ്ചാവിൻ്റെ ലഹരി അതിൻ്റെ മുന്നിൽ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് മനുഷ്യർ കഞ്ചാവും കള്ളും കുടിച്ച് ലഹരി അടിച്ച് നടക്കുക? ആനന്ദ ലഹരിയിൽ മനുഷ്യരെ കൊണ്ട് എത്തിക്കാനുള്ള വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ലഹരി ആണത്, അതൊരു ലഹരിയാണ്, ആനന്ദ ലഹരിയാണ്. ഇനി പിന്നെ അമ്മയിലൂടെ പകർന്നു വന്ന മനസ്സ്, ബുദ്ധി എന്ന് പറഞ്ഞു, അതിൻ്റെ വികാരം ഏതൊക്കെയാണ്? നമ്മുടെ ഉള്ളിലുണ്ടത്. അതിൻ്റെ വികാരങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിയുടെ വികാരം അല്ലെങ്കിൽ ദൈവിക മനസ്സിൻ്റെ വികാരം, നമ്മളിലുള്ള ഈശ്വരാംശത്തിൻ്റെ വികാരം എന്താണ്? സ്നേഹവും കരുണയുമാണ്. സ്നേഹവും കരുണയും. സ്നേഹം, കരുണ ബുദ്ധിയുടെ വികാരമാണ്. ബുദ്ധിക്ക് 2 വികാരങ്ങളാണ്, സ്നേഹവും കരുണയും. കരുണ സ്നേഹത്തിൻ്റെ ഒരു ഉയർന്ന തലമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, 2 സ്നേഹം തന്നെയാണ്. പക്ഷേ സ്നേഹത്തിനൊരു കുഴപ്പമുണ്ട്, അത് മുറിയാനുള്ള സാധ്യത കൂടുതലാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്നേഹം എപ്പോഴും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ? കൂട്ടുകാരുമായിട്ട് സ്നേഹമാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? എനിക്കൊരാപത്ത് വരുമ്പോൾ അവൻ്റെ സഹായം കിട്ടിയേക്കാമെന്നൊരു പ്രതീക്ഷ അവിടെ ഉണ്ട്. എന്നാൽ കിട്ടിയില്ലെങ്കിലോ സ്നേഹം മുറിയും. കരുണ അതല്ല. കരുണ മുറിയില്ല, മുറിയില്ല. അൺകണ്ടീഷണൽ സ്നേഹമാണ് കരുണ. അൺകണ്ടീഷണൽ, ഒന്നും പ്രതീക്ഷയില്ല. സ്നേഹത്തിന് കാരുണ്യത്തിന് മേമ്പടി ഉണ്ടായാൽ സ്നേഹം പോയില്ല. സ്നേഹവും കരുണയും അത് ബുദ്ധിയുടെ വികാരങ്ങളാണ്. ഇനി ബാക്കിയുള്ള വികാരങ്ങൾ മുഴുവനോ നമ്മളുടെ ഇപ്പോഴത്തെ മനസ്സിൻ്റെതാണ്. സന്തോഷം, സങ്കടം, കാമം, ക്രോധം, മോഹം, പക, വിദ്വേഷം, വെറുപ്പ്, ഭയം, നിരാശ, അഹങ്കാരം, കുശുമ്പ്, കുന്നായ്മ. ഈ മാതിരി സാധനങ്ങൾ മുഴുവൻ ആരുടേതാണ്? മനസ്സിൻ്റെതാണ്. ഏതാണ് മോശമായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്? മോശം വികാരമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഏതാ? മനസ്സിൻ്റെ വികാരങ്ങളെല്ലാം മോശം വികാരങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. സന്തോഷമുണ്ട്, സങ്കടം. സന്തോഷമുണ്ട്, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു കാറ് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു ആഗ്രഹം. എനിക്ക് 69 വയസ്സായി. കുന്നായ്മ എന്നുള്ള വാക്കിന്റെ ശരിയായിട്ടുള്ള രൂപം അറിയാൻ പറ്റില്ല. കുശുമ്പാണല്ലേ? കുശുമ്പ് കുന്നായ്മ പറയാറില്ല. കുശുമ്പ് രണ്ടാണോ? ഇത് എന്നതാണെന്ന് അറിയാൻ പാടില്ല. ഇതെല്ലാം അല്ല, സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ചോദിക്കാം. കുന്നായ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ കുന്നായ്മ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. അതിന്റെ അർത്ഥം എന്താ? അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഭാഷയുടെ ലിമിറ്റേഷനാണ്, മനസ്സിലായില്ലേ? ഭാഷയ്ക്ക് എല്ലാം വ്യക്തമായി പറയാൻ പറ്റില്ല.
ഭാഷയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? ആ ഭാഷയ്ക്ക്, നമ്മളുടെ ഭാഷയ്ക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. അതുകൂടി അറിഞ്ഞിരിക്കണം. ഭാഷയുടെ ലിമിറ്റേഷനാണ്. കുന്നായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷേ എല്ലാവർക്കും അറിയുകയും ചെയ്യും, എല്ലാവർക്കും അറിയുകയും ചെയ്യും. ആ സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതാണ് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ ഭാഷയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സാക്റ്റ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എക്സാക്റ്റായിട്ട് പറയാൻ നമ്മളുടെ ഭാഷയ്ക്ക് പറ്റില്ല. ഇനി ഞാൻ ഇംഗ്ലീഷിലാണ് പറയണമെങ്കിലോ ഒട്ടും പറ്റില്ല. നമ്മളുടെ സ്വന്തം ഭാഷയ്ക്ക് തന്നെ ലിമിറ്റേഷൻ ഇരിക്കുകയും ഒരു അന്യഭാഷ എടുത്ത് കൈകാര്യം ചെയ്താൽ എന്തായിരിക്കും? വലിയ പ്രയാസമായിരിക്കും. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ബുദ്ധിയുടെ അകമ്പടിയുള്ള മനസ്സിൻ്റെ വികാരങ്ങളെല്ലാം നല്ലതാണ്, വേണ്ടതാണ്. ബുദ്ധിയുടെ അകമ്പടി വേണമെന്ന് മാത്രം. ദേഷ്യം നല്ല വികാരമാണ്. എപ്പോ? ബുദ്ധിയുടെ പിടികിട്ടിയില്ലേ? ബുദ്ധിയുടെ അകമ്പടി വേണം. അതിനാണ് മനോബുദ്ധി ലയം പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മളുടെ മനസ്സിൻ്റെ ജോലി എന്താ? മനസ്സിൻ്റെ ജോലി എന്താ? നമ്മുടെ മനസ്സിൻ്റെ ജോലി എന്താ? മനസ്സിൻ്റെ ജോലിയൊന്നുമില്ല. മനസ്സിൻ്റെ ജോലി ശരീരത്തെ നേർവഴിക്ക് നയിക്കുക. മനസ്സിൽ ആക്കുക. മനസ്സിൽ ആക്കുക ആണ്. അതുകൊണ്ട് അതിനാണ് കണ്ണ് കൊണ്ട് കാണുന്നതിന് മനസ്സിലാക്കും, കാതുകൊണ്ട് കേൾക്കുന്നതിന് മനസ്സിൽ ആക്കും, മനസ്സിന്റെ അകത്താക്കും. മനസ്സിന്റെ ജോലി എന്താ? ചിന്തകളാണ്. ചിന്തകൾ. മനസ്സിന്റെ ജോലി ചിന്തകളാണ്. എന്തും ചിന്തിക്കാം, എന്ത് പൊട്ടത്തരവും ചിന്തിക്കാം. മനസ്സിലെ ചിന്തകൾ. മനസ്സിന്റെ ജോലി ചിന്തിക്കുക, ചിന്തിക്കുക, ചിന്തിക്കുക. ബുദ്ധിയുടെ ജോലി എന്താ? മനസ്സ് ചിന്തിച്ചു കൂട്ടിയതിനെ വിവേചനം ചെയ്യുക, വിവേചിക്കുക. അതുകൊണ്ടാണ് ഈ ചിന്തകളും വിവേചനം നടക്കണം. മനോബുദ്ധി ലയം സംഭവിച്ചാൽ അവിടെ വിവേചനം ഉണ്ടാവും. മനസ്സും ബുദ്ധിയും കൂടി ചേർന്നാൽ മതി, പ്രശ്നം തീരുമെന്ന് പറയാൻ കാരണം അതാണ്. പക്ഷേ വിവേചനം. 24 മണിക്കൂറും ചിന്തിക്കരുത്. 3 മണിക്കൂറെങ്കിലും ചിന്തിക്കാതെ. നിങ്ങൾ എത്ര മണിക്കൂർ വേണേലും ചിന്തിച്ചോ, ഒറ്റ കണ്ടീഷൻ, വികാരം, ബുദ്ധിയുടെ വികാരം, ബുദ്ധിയുടെ അകമ്പടി വേണം. അകമ്പടി വേണം. ബുദ്ധിയുടെ അകമ്പടിയുള്ള മനസ്സിൻ്റെ വികാരങ്ങൾ മുഴുവൻ നല്ലതാണ്, വേണ്ടതാണ്. അത് വേണ്ടതുമാണ്. നിത്യജീവിതത്തിൽ വേണ്ട സാധനമാണത്. അപ്പം അതാണ് നമ്മൾ പഠിക്കണ്ടേ. ഇതിനൊരു ജോലിയുണ്ട്, മനസ്സിനൊരു ജോലിയുണ്ട്. ചിന്തിക്കുക, എന്ത് വേണേലും ചിന്തിക്കാം. വിചാരിക്കുകയാണ് എനിക്ക് നാളെ 1 വർഷത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എയറോപ്ലെയിൻ ഇറങ്ങണം. ചിന്തിക്കാൻ പക്ഷെ ബുദ്ധി എന്ന് പറയും, ബുദ്ധി എന്ന് പറയും മണ്ട, ഈ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല, നിന്റെ സാഹചര്യം അതല്ല. ബുദ്ധി പറഞ്ഞു തരും, അത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് നമുക്ക് മാനസിക നില തെറ്റിപ്പോയവരുടെ മനസ്സ് കറക്റ്റ് ചെയ്യാം. ഈ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നടക്കുള്ളൂ. ഈ എറിക് ബേണിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ശാസ്ത്രജ്ഞന്മാരുടെയോ മനസ്സിൻ്റെ ഡെഫിനേഷൻ വെച്ചുകൊണ്ട് പറ്റില്ല. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മനസ്സ് കറക്റ്റ് ചെയ്യും. ബുദ്ധി മാന്ദ്യം വന്നു എന്ന് പറയുന്നവരുടെ ബുദ്ധി കറക്റ്റ് ചെയ്യും. മെൻ്റൽ ഡിസോർഡർ വന്നവരുടെ അത് കറക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് അറിയില്ലേ, നമുക്ക് കറക്റ്റ് ഒരു ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ചന്ദ്രന് മനസ്സുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സൂര്യന് മനസ്സുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്, ബുദ്ധിക്ക് മനസ്സുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് തമ്മിൽ ഇൻ്റർലിങ്ക്ഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇലക്ട്രിക്കൽ എനർജി മാഗ്നറ്റിക് എനർജി ഉണ്ടാക്കാൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ താമസിയാതെ ഞാനൊരു കിരീടം ഉണ്ടാക്കും. ഒരു കിരീടം
ആ കിരീടം എടുത്ത് തലയിട്ട് വെച്ചാൽ ആ കിരീടം പിടിയിട്ടില്ലേ? ഒരു രാജാവിൻ്റെ തലയിൽ ഒരു കിരീടം എടുത്ത് വെച്ചാൽ രാജാവാകണന്റെ മുമ്പിലത്തുള്ള ആളാണോ? രാജാവായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തു. ഇന്ന് തിരഞ്ഞെടുത്തതാണ്, നാളെ കിരീടധാരണമാണ്. നാളെ കിരീടം വെച്ച് കഴിയുമ്പോൾ ആൾ മാറിയില്ലേ? അതേമാതിരി തന്നെ നമുക്കൊരു കിരീടമുണ്ടാക്കാനുള്ള പദ്ധതി ആലോചിക്കുന്നുണ്ട്. അതായത് മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള സകലതിനെ ശരിയാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യം മുഴുവൻ മാറ്റാമെന്ന് പറയുന്നതോടൊപ്പം തന്നെ സൂക്ഷ്മ ശരീരത്തിൻ്റെ രോഗങ്ങളും മാറ്റാൻ നമുക്ക് കഴിയും, ഇക്കോളജിക്ക് കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ശാരീരിക ആരോഗ്യം മാറ്റാൻ എന്താ ചെയ്യണമെന്നുള്ളത് പിടിയിട്ടില്ലേ? പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നിരിക്കുകയും നമുക്ക് ഈ മാനസിക പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്താൻ പറ്റും. ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, ഇതിൻ്റെ ലയത്തിന് സഹായിക്കാനും പറ്റും. മനസ്സും ബുദ്ധിയും തമ്മിൽ വേഗത്തിൽ ലയിക്കാനും സഹായിക്കാൻ പറ്റും. 2 ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞ് നിൽക്കുക ഈ വിഷയത്തിൽ. അന്ന് കല്യാണത്തിനൊരു സ്ത്രീ വന്നിരുന്നു, അവരുടെ ഭർത്താവ് സമ്മതിച്ചിരിക്കുകയാണ്. നമുക്ക് ആലോചിക്കാം. ആദ്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഓട്ടിസം ഏതാണ്ട് നല്ലതാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് മനസ്സിൻ്റെ താളം തെറ്റിലാണ്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഡെവലപ്പ് ചെയ്യുക, സംഗീതത്തിന് മാത്രം കഴിവ് തെളിയിക്കുക, കൂറിയ കഴുകാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇല്ലേ, അതൊരു രോഗമല്ലേ? അതൊരു രോഗമാണ്. അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ പുറമേ നിന്നും നമുക്ക് ബുദ്ധിപൂർവം ഇടപെടാം. മരുന്ന് കൊടുത്തിട്ടല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് തന്നെ അതിനെ കറക്റ്റ് ചെയ്യാം. നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. നടക്കുമോ നടക്കില്ല എന്നുള്ളതല്ല, നമുക്കൊരു സാധനം ക്ലിയറായി. അതായത് മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഉണ്ടാക്കാനുള്ള നോളജ് ഇപ്പോൾ ആൾറെഡി ഉണ്ട്. അത് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചു. ഷോക്ക് കൊടുത്ത് തളർത്തുക മാത്രമാണ് ചെയ്യുക. കറക്റ്റ് ചെയ്യാനല്ല ശ്രമിക്കുക, തളർത്തുക. ഞാൻ ഈ ഷോക്ക് കൊടുക്കുന്ന ആളുടെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. കരഞ്ഞു പോകും. കാരണം ഈ ഷോക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ബോഡി വിറക്കുക, ശരീരം മൊത്തം കാലുൾപ്പെടെ വിറക്കുക. ഒരു പ്രാവശ്യം കൂടി അത് ഇച്ചിരി നേരം കൂടി നീണ്ടു നിന്ന കഴിഞ്ഞു. ആ ക്രിട്ടിക്കൽ മൊമെന്റ് വെച്ചാണ് ഇവർ ഷോക്കിൻ്റെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആൾ തളർന്നങ്ങനെ കിടക്കണം മാത്രമേ ഉള്ളൂ. അതല്ല ട്രീറ്റ്മെൻറ്റ്. ശരിക്കും ഈ സാധനം മനസ്സിലായി കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് മനസ്സ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ അനുയോജ്യമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണിത്. അത് നമ്മളെ മനസ്സിനെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മൊബൈലിൻ്റെ വേവ്സ് നമ്മളുടെ മനസ്സിനെ തുളച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് കയറിയാൽ 5Gയോ 6Gയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മനുഷ്യർക്ക് മാനസിക രോഗമായിരിക്കും. യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിന് ഒരു മൈൻഡ് ബാരിയറുണ്ട്. ആവശ്യമില്ലാത്തതൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ ഒരു മൈൻഡ് ബാരിയർ. നമുക്കൊരു ബ്രെയിൻ ബാരിയറുണ്ട് ശരീരത്തിന്. ബ്രെയിനിലേക്ക് പോകുന്ന രക്തം കറക്റ്റ് ചെയ്യാൻ ഒരു ബ്രെയിൻ ബാരിയറുണ്ട്. അതേമാതിരി തന്നെ നമുക്കൊരു മൈൻഡ് ബാരിയറും ഉണ്ട്. അത് നമ്മുടെ സുരക്ഷയുടെ ഭാഗമാണ്. ആ സുരക്ഷാ വലയത്തെ ഭേദിച്ച് മൊബൈലിൻ്റെ വേവ്സ് കയറിയാൽ മനുഷ്യർക്ക് അസുഖം ഉണ്ടാവില്ലേ? മാനസിക രോഗമാണെന്ന് വിചാരിക്കില്ലേ?
മാനസിക രോഗമാണെന്ന് ചോദിച്ചു. 2 രോഗികൾ എൻ്റെ അടുക്കെ വന്നു. വൈഫൈ ഉള്ളിടത്ത് പോകാൻ പറ്റാത്ത 2 പേര്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാൻ പറ്റില്ല. ഓടിയിട്ട് ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തെ ബോഗിയിലാണ് പോയി കയറുക. കാരണം ആ സെൻറ്ററിന് അടുത്ത് നിൽക്കാൻ പറ്റില്ല. ഇത് ഡോക്ടർമാരുടെ ചെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഒരു സാധനമില്ല, മാനസിക രോഗത്തിന് മരുന്ന് കൊടുത്തു. മാനസിക രോഗത്തിന് മരുന്ന് കൊടുത്തു. ഞാൻ മാനസിക രോഗിയല്ല എന്ന് പേഷ്യൻ്റ് പറഞ്ഞാൽ ഡോക്ടർമാർ കേൾക്കുമോ? ഡോക്ടർമാർ മരുന്ന് കൊടുത്തു. അവസാനം കറക്കി തിരിഞ്ഞ് എൻ്റെ അടുക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്കിതറിയാവുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് വൈഫൈ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം എന്തെങ്കിലും ഒരു വഴി, ആ ഒരു ചെറിയ വഴി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നാൾ പറഞ്ഞു തന്നു. രക്തചന്ദനത്തിൻ്റെ മാല. ആ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇതിൻ്റെ റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു രക്തചന്ദനം ചെടി വെച്ച് പിടിപ്പിക്കണം. ജീവനുള്ളത്, ജീവനില്ലാത്തത് കഴുത്തിലിടുന്നതിനേക്കാളും നല്ലതല്ലേ? ജീവനുള്ള ഒരു ചെടി, ഒരു രക്തചന്ദനം, തൈ മേടിച്ചാൽ കിട്ടുന്നതാണ്. തൈ മരം, നല്ല വലിയ മരമാണ്, നല്ല ഭംഗിയുള്ള മരം, നല്ല ഐശ്വര്യമുള്ള മരം. ഈ രക്തചന്ദനം ഇവിടുന്ന് ഏറ്റവും ജപ്പാനിലേക്ക്. അവിടെ അവർക്ക് ഇപ്പോഴും ആ ഹിരോഷിമ നാഗാസാക്കിയുടെ ആഫ്റ്റർ എഫക്റ്റ് പോലെ ഇഷ്ടംപോലെ റേഡിയേഷൻസ്. അപ്പൊ ഒരാൾ ഇവിടുന്ന് പോയി കൊണ്ടുപോയത് പിടിച്ചു ദുബായിലിട്ട്. അല്ല, അപ്പോഴവിടെ ചെന്നപ്പോ എന്താണ് ഇവര് ഉപയോഗിക്കുന്നത്? അവരെല്ലാ വീട്ടിലും മിക്ക സ്ഥലത്തും ഇതിന്റെ പീസസ് ഒക്കെ കെട്ടിത്തൂക്കിട്ടേക്കാം. ഇത് അബ്സോർബ് ചെയ്യത്ര. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. രക്തചന്ദനത്തിന് തടിയാൽ മരം വെച്ച് പിടിപ്പിക്കുക, നമ്മുടെ ജോലി അതല്ലേ. തൈ നഴ്സറികളിൽ കിട്ടും. നല്ല ഐശ്വര്യമുള്ള, കാണാൻ ഭംഗിയുള്ള നല്ലൊരു മരമാണ്. മട്ടയില. 100% അറിയില്ല, അന്വേഷിക്കാമെന്ന് കഴിഞ്ഞാൽ പണ്ട് കേട്ടത് മാവിന്റെ എനിക്ക് ആ ഒരു ഇതുണ്ടെന്ന്. മാവിന്റെ അരി ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഈ എഫക്റ്റീവ്. അതായിരിക്കും അതിങ്ങനെ കെട്ടിത്തൂക്കണം. എല്ലാ വീടുകളുടെ വാതിക്കലും ഉണങ്ങിയതായാൽ പോലും നിലനിൽക്കുന്ന മാസങ്ങളോളം നിലനിൽക്കുന്ന മാവിലേക്ക് കാണുമായിരിക്കും. കാരണം ഉണ്ടാവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂടിൻ്റെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് പച്ചപ്പ് കൂട്ടാൻ കഴിവുള്ള ഒരു ചെടിയാണ് മാവ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാ കഴിവുണ്ടാവാം. ഈ സാധനങ്ങളൊന്നും അല്ലല്ലോ ഗവേഷണം നടക്കണം ഇവിടെ. ഇവിടെ ഗവേഷണം നടക്കണ വേണ്ട സാധനം അല്ലല്ലോ. പാരമ്പര്യമായി മാവില കെട്ടി തൂക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിച്ചിട്ട് അത് ഗുണകരമാണെങ്കിൽ എല്ലാ വീട്ടിലും മാവും മനുഷ്യന് വെച്ച് പിടിപ്പിക്കില്ലേ? മനുഷ്യന് വെച്ച് പിടിപ്പിക്കണം. ഇപ്പം ശരിയായി. ഇപ്പം ഇത് മനസ്സിലായില്ല. ഇമോഷണൽ കിങ്ഡത്തിൽ പെട്ടത് ആനന്ദം, സ്നേഹവും കരുണയും ബാക്കി മനസ്സിൻ്റെ ഇതാണ് ഇമോഷണൽ കിങ്ഡം. അപ്പം ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കിങ്ഡം പ്ലസ് ഇമോഷണൽ കിങ്ഡം സമം ജീവൻ. എനർജി കിങ്ഡം പ്ലസ് ഇമോഷണൽ കിങ്ഡം സമം ജീവൻ. നമ്മളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. എനർജി കിങ്ഡം പ്ലസ് ഇമോഷണൽ കിങ്ഡം സമം ജീവൻ. അപ്പം ജീവനെ പറ്റി പഠിക്കാനാണ് നമ്മൾ തുടങ്ങിയത്. ജീവനെപ്പറ്റി ഏതാണ്ട് ഒരു പുക പോലെ മനസ്സിലായില്ലേ? ഒരു പുക പോലെയൊക്കെ മനസ്സിലായില്ലേ? എനർജി കിങ്ഡം പുക പോലെയല്ലേ? കുറച്ച് കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളൂ. ഇപ്പം അത് ഇതായിട്ടാൽ മതി. എനർജി കിങ്ഡം എന്ന് മനസ്സിലായല്ലോ, ഇമോഷണൽ കിങ്ഡം മനസ്സിലായല്ലോ.
അനിമൽ കിങ്ഡം മനസ്സിലായല്ലോ, പ്ലാൻ കിങ്ഡം മനസ്സിലായി, മിനറൽ കിങ്ഡം മനസ്സിലായി, എനർജി കിങ്ഡം മനസ്സിലായി, ഇമോഷണൽ കിങ്ഡം എന്നുള്ളത് മനസ്സിലായി. ഇമോഷണൽ കിങ്ഡവും എനർജി കിങ്ഡവും കൂടി ചേർന്നതാണ് നമ്മളുടെ ജീവൻ. എന്ന് പറഞ്ഞാൽ ജീവൻ കുറേ എനർജികൾ ചേർന്നിട്ടാണ്, ഒരെനർജിയല്ല, ഒരു 6-7 എനർജികൾ അവരുണ്ട്. 6-7 എനർജികൾ ചേർന്നതാണ് ജീവൻ. ആ എനർജികൾക്ക് കുറേ എമോഷൻസും ഉണ്ട്. അത് നമ്മുടെ ജീവൻ്റെ ഇമോഷൻസാണ്. പിടികിട്ടിയില്ലേ? മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ആത്മാവ്, അകത്തിരിക്കുന്ന ആത്മാവെന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൽ നിന്നിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിക്കാം. ആ ഒരുപാട് കണ്ടുപിടിക്കില്ലല്ല, ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബോഡി ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ബോഡി ഇലക്ട്രിക്. നമ്മുടെ ശരീരത്തിന് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ട്. ബോഡി ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റായ സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടാണ്. 1985 ഇറങ്ങിയ ഒരു പുസ്തകമാണ്. ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ബോഡി ഇലക്ട്രിക് ഇതിൽ കിട്ടും, ആമസോണിൽ കിട്ടും, ഓൺലൈനിൽ കിട്ടും, ഓൺലൈനിൽ കിട്ടും. വായിക്കാൻ എല്ലാവരും മനസ്സിലാവില്ല, എല്ലാവരും വാങ്ങണ്ട. വെറുതെ വേണ്ട കാര്യമില്ല. ആരെങ്കിലും സയന്റിഫിക് ടേംസ് അറിയാവുന്ന പോലെയുള്ളവർ വാങ്ങുക, വായിച്ചിട്ട് അത് പറഞ്ഞു തരിക. 1500 രൂപ വില വരുന്ന പുസ്തകം അല്ല, നല്ല പുസ്തകം അല്ലല്ല. ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ കാര്യം എന്താണെന്ന് ഇതിനകത്ത് ഒരു കാര്യം അതിലൊരു സ്റ്റഡി ഉണ്ട്. പല്ലിയുടെ പല്ലി മുറിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് പാല് വരുന്നു. ആ, ഞാൻ നേരത്തെ പറഞ്ഞു. അത് കൈ മുറിച്ച് കളഞ്ഞു, പിന്നെ വിരൽ അവരുണ്ടാക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞു പോയാൽ ആ കൈ ഉണ്ടാക്കാനുള്ള നോളജാണ് ആ പുസ്തകം. പള്ളിയുടെ ഒറിജിനൽ പാല്, ആദ്യത്തെ പാല് മുറിഞ്ഞു പോയാൽ പിന്നെ ഉണ്ടാവുന്ന പാല്, അതായത് ഫസ്റ്റ് പാലിനകത്ത് ഈ വെർട്ടിക്കൽ കോളത്തിന്റെ ആക്ടിവേഷൻ ഉണ്ട്. പിന്നെ ഉണ്ടാവണമെങ്കിൽ ആ ഫ്ലഷ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബോൺ എക്സ്റ്റൻഷൻ ഉണ്ടാവുള്ളൂ. അല്ല, എങ്ങനെയായാലും വാലുണ്ടാകുന്നുണ്ട്. അല്ല, അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയിട്ട് ആ വാലുണ്ടാകുന്നത്, ക്രിയേഷൻ നടക്കുന്നത് എങ്ങനെ, സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്നാ പഠിച്ചത്. റീജനറേഷൻ പല്ലിക്ക് മാത്രമല്ല, ഒരുപാട് ജീവികൾക്കുണ്ട്. ഉണ്ട്, ഒരുപാട് ജീവികളുണ്ട്. നമ്മൾ തലക്ക് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ടു തന്നെ ഇപ്പൊ ചെടിക്ക് പലത് വരുന്നില്ലേ, അതേമാതിരി വരും. പക്ഷെ ഈ ക്രിയേഷൻ നടക്കുന്നത് എങ്ങനെയാണ്, സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പഠിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഈ സൃഷ്ടി നടക്കുക. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സൃഷ്ടി അതാണ്. പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അതിൻ്റെ പടം ഞാൻ തരാം. ഹ്യൂമൻ ബോഡിയുടെ പോസിറ്റീവ് പോയിൻറ്റ്സ് എവിടെ, നെഗറ്റീവ് പോയിൻറ്റ്സ് എവിടെ എന്നുള്ളതിൻ്റെ പടം ഞാൻ തരാം. അത് ഇൻ്റർചേഞ്ച് ചെയ്താൽ, ക്രോസ് ചെയ്താൽ ഇലക്ട്രിക്കൽ ക്രിയേഷൻസ് നടക്കും, അത് സൃഷ്ടി നടക്കും. 3 പോസിറ്റീവ്. അതിനാണ് നമ്മൾ ഈ എക്സർസൈസ് അതിനിട്ടിരിക്കുന്നതാണ്. പിന്നെ ശബ്ദത്തിൽ നിന്നാണ് ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വന്നത്. അതായത് പഞ്ചഭൂതങ്ങൾ 5-ൽ നിന്നാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചത്. ശബ്ദത്തിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ 5 ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആകാശവും ആത്മാവും ഇല്ലേ? അപ്പം ആന്തരിക ആകാശത്തിൽ ആന്തരിക ആത്മാവും കൂടി ചേർന്നിട്ട് ശബ്ദമുണ്ടാക്കിയാൽ ആയുസ് കൂട്ടാൻ പറ്റില്ലേ എന്നാണ് നമ്മൾ നോക്കണേ. അതിനാണ് ശങ്കുലി തന്നിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ശങ്കുലി തന്നിരിക്കുന്നത്. ആയുസ് കൂട്ടാൻ പറ്റും എന്ന് പറയണതാണ് കാര്യം. ആരോഗ്യം നിലനിർത്താൻ പഞ്ചഭൂതങ്ങൾ 5 മതി. ആയുസ് കൂട്ടാൻ അത് പോരാ. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന മനസ്സും ബുദ്ധിയും ചേർന്നതിന് ആഹാരം കൊടുക്കണം. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അടങ്ങിയ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ശബ്ദമാണ്, ആന്തരിക ആകാശത്തിലെ ശബ്ദം. ആ ശബ്ദമാണ് ഉള്ളിൽ ശംഖുലി.
ഉള്ളിൽ മുഴങ്ങുന്ന ശംഖുലി. ആരോഗ്യം നിലനിർത്താനുള്ള വഴിയാണ് മറ്റൊരു എക്സർസൈസ്. ഇലക്ട്രിക്കൽ എനർജി, എനർജി കൂട്ടി മാലിന്യ നിർവ്വാഹനം ചെയ്യൽ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡെഫിനിഷനും ഇത് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സർസൈസ് ഡെവലപ്പ് ചെയ്യുന്നത്. വെറുതെ ചെയ്തതല്ല, വെറുതെ ചെയ്തെടുത്തതല്ല. ഇപ്പൊ കുറേ ക്ലാരിറ്റി വന്നില്ലേ എന്തിനാണ് എക്സർസൈസ്. അതായത് നിങ്ങൾ പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കുന്നത് വരെ മാത്രം മതി എക്സർസൈസ്. പഞ്ചഭൂതങ്ങൾ 5 വിധിച്ചതാക്കി കഴിഞ്ഞാൽ പിന്നെ എക്സർസൈസ് വേണ്ട. മാലിന്യം ഇല്ല ഇവിടെ, ശരീരത്തിലും ഇല്ല മാലിന്യം, മനസ്സിലും മാലിന്യം ഇല്ല, പിന്നെ എക്സർസൈസ് വേണ്ട. ശംഖുലിയും പഞ്ചഭൂതങ്ങൾ 5 കറക്റ്റ് ചെയ്താൽ മതി. ആയുസ് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയാനുള്ള കാരണം നമ്മളാണ് നമ്മളുടെ ആയുസ് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മളുടേതാണ്. പ്രകൃതി അതിന് പരിപൂർണ സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇത് പിടികിട്ടിയല്ലോ, സാധനം പിടികിട്ടി. ഇതിൻ്റെ പടങ്ങളെല്ലാവരും എടുത്തിട്ട് ചുമ്മാ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചിന്തിച്ചോളുക. കാരണം നമ്മളുടെ ബുദ്ധിയിൽ ഈ സാധനം ഇരിപ്പുണ്ട്, അത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരും. അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ, അല്ലാതെ വേറെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുവച്ചിരിക്കുന്ന സാധനം എടുത്തിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നോക്കിയാൽ കിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ജീവൻ്റെ തലവും ജീവൻ്റെ തലങ്ങളും ജീവൻ്റെ ഘടനയും ജീവൻ്റെ ഭാവങ്ങളും പഠിക്കും. പക്ഷേ ബാറ്റിൽ ഫോർ ഹെൽത്ത് ഈസ് ഓവർ PH പുസ്തകമല്ല, മാഷ് നോട്ട് തരാറില്ല. PHനെ കുറിച്ച് നോട്ട് അല്ലാതെ ബാറ്റിൽ ഫോർ ഹെൽത്ത് ഈസ് ഓവർ PH എന്ന് പറഞ്ഞ പുസ്തകത്തില് അതിലൊരു അധ്യായം ബോഡി ഇലക്ട്രിക്കലാണ്. ബോഡി ഇലക്ട്രിക് ഉണ്ട്, അതിന്റെ ട്രാൻസാക്ഷൻ ആയില്ല തരാം. ബോഡി ഇലക്ട്രിക് ഉണ്ട്, ബോഡി ഇലക്ട്രിക് ഉണ്ട്. ഇത് ഞാനിത് പുസ്തകം തപ്പിയെടുക്കാൻ കാര്യം BM ഹെഗ്ഡേയുടെ ഒരു സ്പീച്ചിൽ ഈ പുസ്തകം മെൻഷൻ ചെയ്തു. ഞാൻ അന്ന് തന്നെ ആ പുസ്തകം വരുത്തി വായിക്കണമെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ആണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ളത് അതിനകത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളത് ഞാൻ അതിനകത്തുനിന്ന് വലിയ പുസ്തകം വലിയ പുസ്തകമാണ്. അതിൻ്റെ 1500 രൂപ അന്ന് വില. ഞാൻ മേടിച്ചിട്ട് കുറേ വർഷം, ഒരു 1500 രൂപയായിരുന്നു. നല്ല വിലയുണ്ട്, നല്ല പുസ്തകമാണ്. ഹെഗ്ഡേയുടെ സ്പീച്ചിൽ പറയുന്ന പുസ്തകങ്ങൾ നോട്ട് ചെയ്തെടുത്തിട്ട് അത് വായിക്കുക. നമ്മളുടെ ഇതിലേക്ക് ഒരുപാട് കൂട്ടിച്ചേർക്കാൻ സാധിക്കും BM ഹെഗ്ഡേയുടെ. കാരണം അദ്ദേഹം അത് റെഫർ ചെയ്തിട്ടാണ് എടുക്കുക. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ജീവൻ്റെ ഘടന, ജീവൻ്റെ തലങ്ങൾ, ജീവൻ്റെ ഭാവങ്ങൾ, ജീവൻ്റെ ഘടന, സ്ത്രീ പുരുഷ ഭാവം, അത്